വയനാട് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണം ഇടതുമുന്നണിക്ക് രാഷ്ട്രീയ തിരിച്ചടിയാകുന്നു. SFI പ്രവർത്തകരാണ് കൊലപാതകത്തിന് പിന്നിൽ പ്രധാനികൾ എന്ന് കുടുംബം ആരോപിച്ചതിന് പിന്നാലെ ഗവർണറും കേന്ദ്രമന്ത്രിമാരും UDF നേതാക്കളും സിദ്ധാർത്ഥന്റെ വീട്ടിലേക്ക് ഒഴുകുകയാണ്. ഡീൻ അടക്കമുള്ള കോളേജ് അധികൃതരെ പ്രതി ചേർക്കണമെന്ന് കുടുംബം ആവശ്യപ്പെടുന്നു. SFIയുടെ പങ്ക് ആരോപണമായി വരുമ്പോൾ വേണ്ടത്ര പ്രതിരോധം തീർക്കാനും സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടില്ല. സിദ്ധാർത്ഥനെ കൊന്നതാര്? ജെ ചിഞ്ചുറാണി, മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി അല്പസമയത്തിനകം നമ്മോടൊപ്പം ചേരും. ഷീബ, സിദ്ധാർത്ഥന്റെ അമ്മ നമ്മോടൊപ്പം ഉണ്ട്. PM ആർഷോ SFI സംസ്ഥാന സെക്രട്ടറി, ഷംഷാദ് മരക്കാർ കോൺഗ്രസ് എന്നിവരാണ് ഒപ്പമുള്ളത്. ആദ്യം ശ്രീമതി ഷീബ, ആദ്യം ദുഃഖത്തിൽ റിപ്പോർട്ടർ TVയുടെ പ്രേക്ഷകരും ഞാനും പങ്കുചേരുന്നു. ഇന്നിപ്പോൾ കോളേജ് അധികൃതരെ കൂടി പ്രതി ചേർക്കണം എന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. മുഴുവൻ പ്രതികളെയും ഇതുവരെ പിടികൂടിയിട്ടില്ല. അന്വേഷണം ശരിയായ വിധത്തിലല്ല പോകുന്നത് എന്ന് കുടുംബത്തിന് അഭിപ്രായമുണ്ട് എന്നാണോ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ശ്രീമതി ഷീബ? എനിക്കിപ്പം അതിനെക്കുറിച്ചൊന്നും ക്ലിയർ ആയിട്ട് അറിയില്ല. എൻ്റെ അഭിപ്രായം എനിക്ക് നീതി കിട്ടണം. ഞങ്ങൾക്ക് അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന എല്ലാവരെയും പുറത്തു കൊണ്ടുവരണം. അതൊക്കെ ആരൊക്കെ ആയിരുന്നാലും ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ എനിക്കറിയില്ല. ഏറ്റവും ഒടുവിൽ സിദ്ധാർത്ഥനുമായി സംസാരിച്ചത് അമ്മയാണ്, ഷീബയാണ് അല്ലേ? അതെ. ഇപ്പോൾ വളരെ കുറച്ച് സമയം മാത്രമേ ഷീബയോട് സിദ്ധാർത്ഥൻ സംസാരിച്ചുള്ളൂ. ഞാൻ 16 മുതൽ 18 ഉച്ച വരെ സംസാരിച്ചു. ഇവിടുന്ന് തിരികെ ആരോ റഹാൻ വിളിച്ചെന്ന് പറഞ്ഞില്ലേ, അത് മുതൽ 16 രാവിലെ അവിടെ എത്തുന്നു. അത് മുതൽ 18-ാം തീയതി ഉച്ച വരെ ഞാൻ വിളിക്കുന്നിടത്തെല്ലാം അവൻ സംസാരിക്കുന്നത് കിടക്കുന്നു, വിളിക്കാം, കാരണം ഫോണ് ചാർജില്ലായിരുന്നു, ഞാൻ വിളിക്കാം, ഇതൊക്കെയാണ് പറയുന്നത്. അപ്പം ഒന്നുകിൽ അവൻ്റെ അടുത്തൊക്കെ ആരെങ്കിലും കാണും, എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഒരു ഉപ്രാളത്തിൽ വയ്ക്കട്ടെ ഞാൻ പിന്നെ വിളിക്കാം ഇത്രയും പറഞ്ഞിട്ടങ്ങ് വയ്ക്കും. അപ്പോൾ എപ്പോൾ ഞാൻ ഫോൺ വിളിച്ചിരുന്നാൽ പോലും അവൻ വയ്ക്കാനുള്ളൊരു ധൃതി ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ അക്ഷയെ കോണ്ടാക്ട് ചെയ്തത്. അപ്പോൾ അക്ഷയ് 2 പ്രാവശ്യം ഞാൻ കോണ്ടാക്ട് ചെയ്തപ്പോൾ അക്ഷയുടെ ആ സമയത്ത് തന്നെ തിരികെ സിദ്ധു വിളിക്കുകയുണ്ടായിരുന്നു. അപ്പോൾ അക്ഷയ് ആ സമയത്ത് ഒന്നുകിൽ കയ്യെത്തും ദൂരത്ത് അക്ഷയ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അക്ഷയ് കാണുന്നുണ്ട്, അല്ലെങ്കിൽ അവന് വിളിക്കുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു, അല്ലെങ്കിൽ അവന് മോനിങ്ങോട്ട് വിളിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ 2 ദിവസങ്ങളിലും അക്ഷയ് ഉണ്ടായിരുന്നു അവൻ്റെ അടുത്ത് എന്നാൽ എനിക്കിപ്പം പൂർണ്ണ വിശ്വാസം. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ അക്ഷയെ വിളിക്കുന്നു, അതിന് തൊട്ട് 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് എന്നെ വിളിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവനൊന്ന് പറയാമായിരുന്നു, ഇതുപോലെ അവൻ കിടക്കുന്നു, ഇങ്ങനെ ചെറിയ ഇഷ്യൂ ഉണ്ട്, അല്ലെങ്കിൽ എന്നെ അറിയിക്കേണ്ടിയിരുന്നു, വേറെ ആരെങ്കിലും വിളിച്ചറിയിക്കായിരുന്നു. സിദ്ധാർത്ഥന്റെ സുഹൃത്തുക്കൾ ആരും തന്നെയും അങ്ങനെ ഒരു സൂചനയും നൽകിയിരുന്നില്ല. ലാസ്റ്റ് വിളിച്ച് സൂചന പോലും ഞാൻ അങ്ങോട്ട് വിളിച്ച് പറഞ്ഞിട്ടില്ല എങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പോൾ പറയാമായിരുന്നു. അവരിങ്ങോട്ട് വിളിച്ച് പറയാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിക്കോട്ടെ, ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പോൾ ഒരു സൂചന ഇടായിരുന്നു. ഈ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് വേണ്ടിയാണോ സിദ്ധാർത്ഥൻ അവിടെ നിന്ന് പുറപ്പെട്ട് എറണാകുളം വരെ എത്തിയത്? പിന്നീട് തിരികെ പോയത് എന്തിനാണ് എന്നൊരു ചോദ്യം സ്വാഭാവികമായും കുടുംബം ഉന്നയിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ കോളേജിൽ അത്യാവശ്യ കാര്യം ഉണ്ടെന്ന് പറഞ്ഞ് തിരികെ പോയപ്പോൾ നിങ്ങൾ അത് വിശ്വസിക്കേണ്ടി വന്നു അല്ലേ? എറണാകുളത്ത് എത്തിയിട്ട് അവൻ വരുന്ന ടൈം ഒരു 3:30-4 മണിക്ക് എത്തും, മോർണിംഗ് 16-ാം തീയതി രാവിലെ. അപ്പോൾ ആ സമയത്ത് ഞാൻ വിളിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു 10:30 വരെ അവന് സീറ്റ് കിട്ടി, ട്രെയിനിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. ഫോൺ ചിലപ്പോൾ ചാർജ് തീരും. അപ്പോൾ എത്തുന്ന സമയത്ത് അവൻ ഇങ്ങോട്ട് വിളിക്കും, തമ്പാനൂർ സ്റ്റേഷനിൽ എത്തിയിട്ട്. അപ്പോൾ അപ്പോഴാണ് ഞാൻ അങ്ങോട്ട് വിളിക്കുന്നത്. ആ സമയത്ത് വിളിച്ചപ്പോൾ വെപ്രാളത്തിൽ ഇങ്ങനെ പറയണം, അമ്മ ഞാൻ തിരികെ പോകുന്നു, എനിക്ക് പെട്ടെന്ന് പോയേണ്ടി വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു എവിടെ നിന്നു? എറണാകുളത്ത് എത്തിയപ്പോൾ റഹാൻ എന്നെ വിളിച്ചിരുന്നു, ഒരു പേപ്പർ എന്തോ അവനെന്തോ ഒരു പേപ്പർ അവിടെ ഓഫീസിൽ കൊടുക്കണം, അത് എൻ്റെ കയ്യിലായിപ്പോയി, എനിക്ക് എടുത്ത് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, കോളേജിലെ കാര്യമല്ലേ, അത് അങ്ങ് ആദ്യം നടക്കട്ടെ,
ഇപ്പോൾ എവിടെ എത്തി മോനെ ചോദിച്ചപ്പോൾ കോഴിക്കോട് എത്തി. കോഴിക്കോട് എത്താൻ ഇനിയിപ്പോൾ 2 സ്റ്റേഷൻ കൂടെ ഉള്ളൂ. ഞാൻ എത്തി, റൂമിൽ പോയിട്ട് വിളിക്കാമോ. എന്നിട്ട് അവൻ പെട്ടെന്ന് വയ്ക്കുകയാണ് ഫോൺ. റൂമിൽ പോയിട്ട് വിളിക്കാം, എൻ്റെ കയ്യിൽ ചാർജില്ല, ഞാൻ പെട്ടെന്ന് വയ്ക്കട്ടെ, ഞാൻ റൂമിൽ പോയിട്ട് വിളിക്കാം. അന്ന് 16-ാം തീയതി 8 മണിയാകുമ്പോൾ അവിടെ എത്തണം അവൻ. ആ 8 മണി മുതൽ 10 മണി വരെ 10-10:30 വരെ ഞാൻ വിളിക്കുന്നു, അവൻ എടുക്കുന്നു. അവൻ ചെന്ന് കിടന്ന് ഉറങ്ങിപ്പോവും. അത് എല്ലാ പ്രാവശ്യവും ഉള്ളതാണ്. അങ്ങനെ ഞാൻ അക്ഷയനെ വിളിക്കുന്നത്. പക്ഷെ ഒന്ന് എത്തിയിട്ടുണ്ട് ആൻറ്റി, കിടക്കുന്നു, ഞാനിപ്പോൾ വിളിക്കാൻ പറയാം. അന്ന് മുതൽ എന്ന് വെച്ചാൽ ആ സമയം മുതൽ അവൻ തിരികെ വിളിക്കുന്നത് 18-ാം തീയതി ഉച്ച വരെ ഇതേ ടോണിലായിരുന്നു. അപ്പോൾ 16-ാം തീയതി എനിക്കൊന്നും തോന്നിയില്ല, കാരണം ആ ക്ഷീണമായിരിക്കും. 17-ാം തീയതിയാണ് ഞാൻ വീണ്ടും അക്ഷയൻ്റെ അടുത്ത് വിളിക്കുന്നു, മോനെ സിദ്ധുവിനെ ഇങ്ങോട്ട് വിളിക്കാൻ പറയുമോ ചോദിച്ചിട്ടൊരു മെസ്സേജ് ഇട്ടു വാട്സപ്പിൽ. അത് കഴിഞ്ഞുകൊണ്ട് മോൻ ഇങ്ങോട്ട് വിളിക്കുകയും ചെയ്തു. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറേ പ്രാവശ്യം വിളിക്കുന്നു, അവ എടുക്കും, എന്തെങ്കിലും ഒരു അത്യാവശ്യം പറഞ്ഞ് ഉടനെ വയ്ക്കുന്നു. 18-ാം തീയതി ഞാൻ അങ്ങോട്ട് ചോദിക്കും, എന്തെങ്കിലും മൂഡ് ഓഫ് ഉണ്ടാടാ, എന്താ നീ എപ്പോൾ കിടക്കുന്നത്? ഇല്ല ഒന്നുമില്ല, അവിടെ സ്പോർട്സ് മീറ്റല്ലേ, അപ്പോൾ എല്ലാവരും ഒക്കെ പോയി, അപ്പോൾ റൂമിൽ ആരും ഇല്ല ചോദിച്ചപ്പോൾ 2-3 പേരുണ്ട്, ഞാൻ വയ്ക്കട്ടെ അമ്മ വിളിക്കാം. 1 മണിയാകുമ്പോൾ ഞാൻ പോവും കഴിക്കാൻ. 1 മണിക്ക് പോവും. ഞാൻ 12:30ക്കാണ് വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ കിടക്കണ്ട മക്കൾ, എണീക്ക്. ഞാൻ പോകുന്നു. ഇത്രയാണ് ലാസ്റ്റ് പറഞ്ഞു. പക്ഷെ ആ റഹാൻ വിളിച്ചു എന്ന് പറഞ്ഞ് എറണാകുളത്ത് നിന്ന് തിരികെ പോയപ്പോൾ എനിക്ക് ഒരു 4 മണിയായപ്പോൾ കോൾ കിട്ടിയില്ലേ. ആ സമയത്ത് അവൻ ഭയങ്കര വെപ്രാളമായിരുന്നു. ട്രെയിനിലിരുന്നിട്ട് ഇങ്ങനെ വെപ്രാളം കാണിക്കണേ എന്തിനാണെന്ന് ഞാൻ പെട്ടെന്ന് വിചാരിച്ച് വരാൻ പറ്റാത്ത, തിരികെ ട്രെയിൻ പിടിച്ച് വീണ്ടും പോകുന്ന ആ ടെൻഷനായിരിക്കും. ഇപ്പോൾ അതെല്ലാം കൂടെ ഈ അവസാന ദിവസങ്ങളിൽ സംസാരിക്കുമ്പോൾ വെപ്രാളപ്പെട്ട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ ഒരു മുക്കലിലും മൂളലിലും ഒക്കെ അവസാനിക്കുന്നു. ആ ദിവസങ്ങളിലൊക്കെ തന്നെയും നമ്മൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മനസ്സിലാക്കുന്നത് വലിയ നിലയിൽ ശരീരത്തിൽ പാടുകളുണ്ടെന്നാണല്ലോ. അപ്പോൾ മർദ്ദനമേറ്റിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് കൂടെയുള്ള കുട്ടികളും ഒന്നും അത്തരത്തിലുള്ള ഒരു സൂചനയും തരുന്നില്ല. ഒന്നും തന്നിട്ടില്ല. കൂടെ കിടക്കുന്നവർ, അല്ലെങ്കിൽ അവൻ്റെ കൂടെ ഈ വീട്ടിൽ വന്നവർ, വന്ന് ഇവിടെ കിടന്ന് ഇവിടുന്ന് ആഹാരം കഴിച്ച് അവൻ്റെ കൂടെ നടന്നു പോയവർ, അവർക്ക് ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും പറയാമായിരുന്നു. ഞാൻ അങ്ങോട്ട് അക്ഷയ് വിളിക്കുകയാണ്, 2 പ്രാവശ്യം വിളിച്ചു. അക്ഷയ് വന്നപ്പോൾ ഞാൻ ചോദിച്ചു, മോനെ നിനക്ക് എന്തെങ്കിലും എൻ്റെ അടുത്തൊന്ന് പറഞ്ഞുകൂടെയായിരുന്നാടാ. പക്ഷേ എൻ്റെ മുഖത്ത് പോലും നോക്കിയില്ല, കുനിഞ്ഞിങ്ങനെ ഇരുന്ന് കരയുന്നല്ലാതെ വേറെ ഒന്നും പറഞ്ഞില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും, നമുക്കവിടെ പഠിക്കാൻ അവർ അനുവദിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഞങ്ങളിങ്ങനെ കൊണ്ടുവരുമായിരുന്നു. ഇതാരാണ് ഇങ്ങനെ ചെയ്തത് എന്നാണ് ശ്രീമതി ഷീബ വിചാരിക്കുന്നത്? എനിക്ക് ഒരാളോ ഒരു 10 പേരോ 5 പേരോ ചേർന്നിട്ടല്ല, ഇതൊരു നല്ലൊരു ടീം അതിനകത്തുണ്ട്. അതിനകത്ത് നല്ലൊരു ടീമുണ്ട്. അതിപ്പോൾ കണ്ടുകൊണ്ട് നിന്നവർ വരെ ഒരു 150ഓളം പേര് കണ്ടുകൊണ്ടിരുന്നു എന്ന് പറയും. അവർ വരെ ഇതിൽ ഉൾപ്പെട്ടിരിക്കും എന്ന് പറഞ്ഞാൽ ഇവൻ ചേട്ടൻ ചേച്ചി എന്ന് പറയുമ്പോൾ അത്രയും വിശ്വാസം അവരെടുത്ത്. അപ്പോൾ അവർക്ക് ആർക്കെങ്കിലും ഒരു കോൾ ചെയ്യായിരുന്നു, ആൻറ്റി ഞങ്ങളിങ്ങനെ ഒരു സംഭവം കണ്ടു, അടുത്ത് എന്താണ് നടക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ഒരു കള്ളസ്നേഹമായിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നത്. ഇവനെ കൊണ്ട് എന്തൊക്കെ ഹെൽപ്പിന് വേണ്ടി, ഇവൻ്റെ സഹായത്തിന് വേണ്ടിയൊക്കെ കൂടെ നിന്നവർ. അപ്പോൾ അവരൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഒരു ജീവൻ. അത് 16, 17, 18 3 ദിവസമാണ്, ഒറ്റ ദിവസം കൊണ്ടല്ല. അപ്പോൾ അതൊന്ന് ഏതെങ്കിലും രീതിയിൽ, അല്ലെങ്കിൽ ഓഫീസിൽ അറിയിക്കാമായിരുന്നു. ഓഫീസുകാർ ഞങ്ങളുടെ അടുത്ത് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ പോലും ഈ കുട്ടികളിലെ എൻ്റെ ബ്രദറിനെ അറിയിക്കുന്നത് വരെ ഒരു PG വിദ്യാർത്ഥിയാണ്. 12 പേര് വന്നിട്ടുണ്ട്. അതിലിപ്പോൾ 4 പേരാ ഇതിൽ പ്രതികളായിട്ടുള്ളത്. സാധാരണഗതിയിൽ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വലിയ സ്നേഹം കാണിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികളൊക്കെ വലിയ രീതിയിൽ സഹവർത്തിത്വം ഉണ്ടാകാറുണ്ട്. ഈ 12 പേരിൽ 4 പേര് ഇപ്പോൾ പ്രതികളാവുന്നു എന്ന് പറയുമ്പോൾ ഈ 4 പേര് ഈ ഇവനെ മർദ്ദിക്കുന്നതിലടക്കം കൂട്ടുനിന്നു എന്നല്ലേ കാണേണ്ടത്? അതെങ്ങനെ സംഭവിക്കുന്നു, എന്തുകൊണ്ടാണ് എന്നാണ് മനസ്സിലാക്കുന്നത് അമ്മ? ഇതാ ക്യാമ്പസ്. അല്ലെങ്കിൽ ഇത് ആരൊക്കെയോ അവരെ കൂടെ, ഒരാൾക്കോ 4 പേർക്കോ ചെയ്യാൻ പറ്റില്ലല്ലോ. അവരെ കൂടെ ബാക്കിൽ ആരൊക്കെ ഉണ്ടായിരുന്നു.
എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടെങ്കിൽ അതിന് ഇതൊക്കെ നിയമങ്ങളില്ലേ, എന്തെല്ലാം നിയമങ്ങളുണ്ട്. എന്തെങ്കിലും ചെറിയൊരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അതും ഞങ്ങൾക്ക് അറിയത്തക്ക രീതിയിലൊന്നുമില്ല. അവനെ കാണുന്നവരെല്ലാം ഫ്രണ്ട്സാണ്, അത്ര ഇഷ്ടം എല്ലാവരും. അവിടെ എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ എൻ്റെ അടുത്ത് പറയുമ്പോൾ ഞാൻ പറയാം, നിനക്ക് എന്തെങ്കിലും പറഞ്ഞൂടെ, അങ്ങനെ വെറുതെ അപ്പോൾ ക്ലീൻ ഷേവ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവർ നല്ലപോലെ താടിയൊക്കെ വളർത്തിയിരുന്നു. ഇല്ലമ്മ ഇതൊക്കെ ഇതിൻ്റെ കൂടെ ഉള്ളതാ, ഇതൊക്കെ ഒരു രസമല്ലേ, അങ്ങനെ അവൻ പറയുന്നത്. ആരെയും കുറ്റപ്പെടുത്തി പറയില്ല. അവിടെ മയക്കുമരുന്നിന്റെയും ലഹരിയുടെയും ഉപയോഗം ഉണ്ട് എന്ന് സിദ്ധാർത്ഥൻ പരാതിയായി പറഞ്ഞിട്ടുണ്ടോ വീട്ടില്? പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൻ പറയാം, അമ്മ ചേട്ടന്മാരെല്ലാം ഉപയോഗിക്കുന്നുണ്ട്, അതും നല്ല കൂടിയ ഇനം മദ്യം കൊണ്ടും കുപ്പികളൊക്കെ കൊണ്ട് പോകുന്നത് കണ്ടിട്ടുണ്ട്. മയക്കുമരുന്നും ഒക്കെ ഉപയോഗിക്കുന്നവരുണ്ട്. അത് എല്ലാ പേരും അല്ല. എന്നിട്ട് എൻ്റെ അടുത്ത് പറയാം, അമ്മ എല്ലാ പേരും അല്ല, എക്സാം സമയത്ത് സഹായിക്കുന്ന ചേട്ടന്മാരുണ്ട്, നോട്ട്സൊക്കെ ഇട്ട് എന്നിട്ട് ഇതെത്രയും കവർ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു തരുന്ന ചേട്ടന്മാരുണ്ട്. എന്നിട്ട് അവരെന്നെ പറയുന്നു, പാസ് ഔട്ടായി പോയ കുട്ടികൾ വന്ന് അവിടെ 1-2 ദിവസമൊക്കെ സ്പെൻഡ് ചെയ്യാറുണ്ട്. അപ്പോഴൊക്കെ സീനിയേഴ്സ് കുറച്ചൊരു പറയുന്നു, ഇനിയിപ്പോൾ 12 മണിയൊക്കെ കഴിഞ്ഞാൽ നിങ്ങളൊന്നും വെളിയിൽ ഇറങ്ങണ്ട, അവന്മാർ ഇനിയിപ്പോൾ എങ്ങനെയാണ് നടക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല, കിട്ടുന്നവരെ ഇങ്ങനെ പിടിച്ച് എന്തെങ്കിലുമൊക്കെ ചോദിക്കും, നിങ്ങൾ ഇറങ്ങണ്ട കേട്ടോ എന്ന് പറയുന്നു. അപ്പോൾ ഇവരങ്ങ് റൂമിലിരിക്കും. അത്യാവശ്യത്തിന് അഥവാ ഇറങ്ങുന്നെങ്കിൽ തന്നെ 4-5 പേരായിട്ട് ചേർന്ന് പുറത്ത് ബാത്റൂം ലെവലും പോകണമെങ്കിൽ പോവുകയുള്ളൂ എന്ന് പറയും. അപ്പോൾ ഇതൊന്നും അവൻ ഭയങ്കര സീരിയസ് ആയിട്ടല്ല പറഞ്ഞത്, നമ്മുടെ കാര്യം നോക്കണം, നമുക്കങ്ങനെ പ്രശ്നമില്ല അമ്മ എന്നാ പറയുന്നത്. പക്ഷേ ആ മദ്യവും മയക്കുമരുന്നും അത് അതിനകത്ത് ആ ഒരു ഗ്യാങ് അതിനകത്ത് ഒഴുക്കാണ്. അതിൻ്റെ കുപ്പിയൊക്കെ ഇങ്ങനെ വരിക്ക് വെച്ചിരിക്കുന്നു എന്ന് അവൻ പറഞ്ഞു എൻ്റെ അടുത്ത്. ഇതിപ്പോൾ ഒരു കുറച്ച് കുട്ടികളുടെ മാത്രം ക്രിമിനൽ ആക്ടിവിറ്റി അല്ല എന്ന് പറഞ്ഞല്ലോ. സംഘടനകൾ ഏതെങ്കിലും ഈ കുറ്റകൃത്യത്തിൽ പങ്കാളിയായതായി ശ്രീമതി ഷീബയ്ക്ക് തോന്നുന്നുണ്ടോ? SFIയെ കുറിച്ച് ഇപ്പോൾ വലിയ വിമർശനം രാഷ്ട്രീയ നേതാക്കൾ ഉന്നയിക്കുന്നു. ആ തരത്തിലുള്ള സംശയങ്ങളുണ്ടോ? അവിടെ വേറെ യൂണിറ്റൊന്നുമില്ല, SFI മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് എൻ്റെ അടുത്ത്. ഫസ്റ്റ് ഇയർ ഇവന് റെപ്പായിരുന്നു, ക്ലാസ് റെപ്പായിരുന്നു. അപ്പോൾ സെക്കൻഡ് ഇയർ ആയപ്പോൾ മാറിയപ്പോൾ ഞാൻ ചോദിച്ചാൽ അതെന്താ ഇപ്പോൾ മാറിയത്? അത് യൂണിയനിലുള്ളവരെ ഇനി ആവുള്ളൂ. ഫസ്റ്റ് ഇയർ ഒരു ഇത്തിരി ആക്റ്റീവായുള്ളൊരു കുട്ടിയാക്കും, സെക്കൻഡ് ഇയർ മുതൽ യൂണിയനിലുള്ളവർ. SFI അമ്മ അവിടെ ഉള്ളത്, അവരാ എല്ലാം തീരുമാനിക്കുന്നത്, അവരാ ചെയ്യുന്നത് എന്ന് പറയും. അങ്ങനെ ആ അറിവൊക്കെ എനിക്കുള്ളൂ, അല്ലാതെ വേറെ എനിക്ക് SFI അവരിങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു ഒന്നും എൻ്റെ അടുത്തൊന്ന് അവന് പറയണേ, നമ്മളെന്തിനാ അതിൻ്റെ ഇടയ്ക്കോട്ട് ചാടുന്നത്? അവന് കോളേജിൽ 24 മണിക്കൂർ തികയാതെ നടക്കുന്നത്. സിദ്ധാർത്ഥൻ ഫസ്റ്റ് ഇയർ റെപ്രസെന്റേറ്റീവ് ആയത് SFIയുടെ ബാനറിലാണോ അതോ സ്വതന്ത്രനായിട്ടാണോ? അല്ല, സ്വതന്ത്രനായിട്ടല്ല, ക്ലാസ് റെപ്പ്, അതായത് ഒരു ആക്റ്റീവായിട്ട് എല്ലാം ചെയ്യുന്ന ഒരു കുട്ടിയെ ഫസ്റ്റ് ഇയർ ആക്കി വെക്കുന്നു. ഫസ്റ്റ് ഇയർ അവർക്ക് ഹോസ്റ്റലിൽ തന്നെ കോളേജ് ക്യാമ്പസിനകത്തല്ല, പുറത്താണ്. അപ്പോൾ അവരുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ബോയ്സ് ഒരു 26-27 കുട്ടികളുണ്ട് ബോയ്സ്, അവരുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ജസ്റ്റ് സെക്കൻഡ് ഇയർ തുടങ്ങുമ്പോൾ അതിന് മുൻപേ, അതായത് നമ്മുടെ കോളേജ് ക്യാമ്പസിനകത്ത് സെക്കൻഡ് ഇയർ തുടങ്ങുന്ന മുമ്പേ എത്തുകയാണ് അവർ. അപ്പോൾ തന്നെ റെപ്പ് മാറുകയാണ്. ക്യാമ്പസിനകത്തായാൽ പിന്നെ വേറെ ആർക്കും റോളില്ല, SFI യൂണിയൻ അംഗം ഇതായിരിക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഉടനെ അങ്ങ് മാറാം. അതെന്തിപ്പോ? ഇല്ലമ്മ, അവൻ ഒരു പാർട്ടിയിലും ഇല്ല. SFI എന്താണെന്നോ KSU എന്താണോ അവനത് അറിയില്ല, അതിനുള്ള സമയമില്ല, അതിൽ പ്രവർത്തിക്കാനോ അല്ലെങ്കിൽ അതിൽ ചെയ്യാനോ. കോളേജിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കൂടെ നിൽക്കുമായിരുന്നു. അതിപ്പോൾ ഒരു പാർട്ടി പ്രവർത്തനം മാത്രമല്ല, എല്ലാ കാര്യങ്ങൾക്കും കൂടെ ഉണ്ടായിരിക്കും. അതിവിടെ ഡീൻ വന്നപ്പോൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അത് ഓടി നടന്നെല്ലാം ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, സാറ് അപ്പോൾ ഇതൊന്നും ഈ 3 ദിവസം നടന്ന ഒന്നും അറിഞ്ഞിട്ടില്ലേ എന്ന്. അപ്പോൾ സാർ പറഞ്ഞു, ഇല്ല ഞങ്ങൾക്കൊന്നും അറിയില്ല. അതായത് ഇത് സംഭവം കഴിഞ്ഞ് 8ൻ്റെ എന്നാ സാർ വരുന്ന വീട്ടിൽ ആ ദിവസം പറയുന്നത്, അറിയില്ല ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മുടെ ഈ കുട്ടികളെ കൊണ്ട് ആരെ കയ്യിൽ കൊണ്ട് കൊടുക്കും? 5.5 വർഷമാണ് പഠിക്കുന്നത് അവിടെ.
അപ്പോൾ നമ്മൾ ആരെ ഏൽപ്പിച്ചിട്ടാണ് വരുന്നത്? അല്ലെങ്കിൽ അവിടെ ഒരു സംഭവം നടന്നാൽ ആരെ വിളിച്ച് പറയേണ്ടത്? ഏതെങ്കിലും ഒരു കോളേജ് മേധാവി, അധ്യാപകരോ ഡീനോ ആരെങ്കിലും, ഒരു PG വിദ്യാർത്ഥിയാണ് ഞങ്ങൾ വിളിച്ച് പറഞ്ഞത്. ഈ SFIയുടെ ഭാഗത്ത് നിന്നാണോ ഈ കോളേജിൽ പല പല ആക്രമണം ഒരു ഇഷ്യൂസ് എല്ലാ സംഘടിതമായ കോളേജുകളിലും രൂപത്തിൽ ഉള്ളതാണ്. ഉണ്ടായത്? അക്കാര്യത്തിലൊരു വ്യക്തത ഇപ്പോൾ ഡീൻ വന്നപ്പോഴോ അല്ലെങ്കിൽ മറ്റ് വിദ്യാർത്ഥികൾ വന്നപ്പോഴോ ഒക്കെ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ ഇപ്പോഴാണല്ലോ ശ്രീമതി ഷീബയോട് ആദ്യമായി സംസാരിക്കുന്നത്, മറ്റ് പ്രസിദ്ധീകരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഈ മരിച്ച സമയത്ത് ബോഡി കൊണ്ടുവന്ന കുട്ടികളിൽ ചില പെൺകുട്ടികൾ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് തൃപ്തിയായില്ലേ എന്ന് ചില ആൺകുട്ടികളോട് ചോദിച്ചു എന്ന് ഷീബ പറയുന്നത് കേട്ടോ. അപ്പോഴാണ് സംശയമുണ്ടായത് എന്നും ഷീബ അത് ഒരു ഞാൻ മാധ്യമ- കേട്ടതാ. അത് അത് എനിക്ക് തോന്നിയതാണ്. എൻ്റെ ബ്രദറോ ഹസ്ബൻഡിനൊന്നും അതിന് മുൻപേ തോന്നിക്കാണും, അവർക്ക് പല ഹിൻറ്റുകളും കിട്ടിക്കാണും. എനിക്ക് തോന്നിയതാണ്, എന്നെ ഒന്നും അവരെ അറിയിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ അറിഞ്ഞ കാര്യമാണ് ഞാൻ അത് പറഞ്ഞത്. അത് ഞാൻ അക്ഷയനെ വിളിച്ച് ചോദിക്കുന്നു, മോനെ ഞാൻ 2 പ്രാവശ്യം നിന്നെ വിളിച്ചതല്ലേ, നിനക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അടുത്ത് നിന്ന് 2-3 പെൺകുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബോയ്സും ഉണ്ടായിരുന്നു. നിങ്ങൾക്കൊക്കെ മതിയായല്ലോ, ഇപ്പോൾ സമാധാനമായല്ലോ എന്ന്. ഞാൻ അപ്പം ആലോചിക്കുന്നേ, സൂയിസൈഡ്, അപ്പോൾ ഇതിനെന്താ കാരണം? ഇവരെന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? അപ്പോൾ ആ മാനസികാവസ്ഥ എനിക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഞാൻ അറിഞ്ഞു ഇവരൊക്കെ അതിന് മുൻപേയോ എന്തൊക്കെയോ അറിഞ്ഞിരിക്കുന്നു. ഈ 14-ാം തീയതിയാണോ ഈ സംഭവങ്ങളുടെ തുടക്കം ഉണ്ടാകുന്നത്? അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല അതൊന്നും. അവിടെ 15-ാം തീയതി 11 മണിയായപ്പോൾ എന്നെ വിളിക്കുന്നു. അമ്മ ഞാൻ 3 ദിവസത്തെ പറഞ്ഞോളൂ മാഡം, കേൾക്കാം. 15-ാം തീയതി ഒരു 11 മണിയായപ്പോൾ എന്നോട് പറയുന്നു, അമ്മ ഞാൻ 3 ദിവസത്തെ ലീവുണ്ട്, ഞാൻ വരുന്നു അമ്മ എന്ന്. ഞാൻ പറഞ്ഞു കയറിക്കോ. അപ്പോൾ ഞാൻ നെയ്യാറ്റിൻകരയായിരുന്നു, എൻ്റെ അമ്പലത്തിൽ അവിടുത്തെ ഉത്സവം നടക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എങ്കിൽ നേരെ അവിടെ ഒരു അവൻ പറയുന്ന ടൈം വെച്ച് ഏകദേശം ഒരു 1:30-2 മണിയൊക്കെ ആകുമ്പോൾ തമ്പാനൂർ ബസ് സ്റ്റാൻഡിലെത്തും. അപ്പോൾ പിന്നെ ഇങ്ങോട്ട് ബസ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്, അപ്പോൾ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ 2 മണിയായപ്പോൾ പറഞ്ഞു ട്രെയിൻ മിസ്സായി, ഞാൻ 6:30-ക്കുള്ളതിൽ വരാൻ വെയിറ്റ് ചെയ്യുന്നു അമ്മ. ഞാൻ ഫുഡ് കഴിച്ചിട്ടിരിക്കുന്നു. അങ്ങനെ 5:30 ആയപ്പം ചെന്ന് ഫുഡും കഴിച്ചിട്ടാണ് വന്നിരുന്നത്. 6:30-ക്ക് കയറി 6:45 എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അമ്മ എനിക്ക് സീറ്റൊക്കെ കിട്ടി, അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ വിളിച്ചാൽ മതി. അങ്ങനെ പിന്നെ ഞങ്ങൾ അതിൻ്റെ തിരക്കിലൊക്കെ ആയിരുന്നു. രാത്രി വിളിച്ചു, കുഴപ്പമില്ല. പിന്നെ അവൻ കിടന്ന് ഒന്ന് ഉറങ്ങും, ചാരി ഇരുന്ന് ഉറങ്ങുക എന്തെങ്കിലും ചെയ്യും. ഞാൻ 3:30-4 മണിയാകുമ്പോൾ എത്തണം ആ രീതിയിലാണ് ഞാൻ വിളിച്ച് നോക്കുന്നത്. അപ്പോഴാണ് പറഞ്ഞു അമ്മ ഞാൻ അങ്ങോട്ട് വരുന്നില്ല, ഞാൻ തിരികെ പോകുന്നു. എറണാകുളത്ത് എത്തിയപ്പോൾ റഹാൻ വിളിച്ചു, ഒരു പേപ്പർ ഒന്ന് കൊടുക്കണം. ഇതാ നടന്നു. അപ്പോൾ 14-ാം തീയതി എന്ത് നടന്നെന്ന് എനിക്കറിയില്ല. അഥവാ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അതിന് ഇതാണോ മാർഗങ്ങൾ? അതിന് നിയമങ്ങളില്ലേ? കുറച്ച് കുട്ടികളാണോ ഇതൊക്കെ വിചാരണ ചെയ്യേണ്ടത്? അവനെക്കൂട്ട് കേസെടുക്കുക, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കേസെടുക്കുക, അല്ലെങ്കിൽ കോളേജ് അധികൃതർ എന്താണെന്നുള്ളത് ആ കുട്ടിയെ ഡിസ്മിസ് ചെയ്യുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്രയ്ക്ക് വലിയ കാര്യം ഇവിടെ നടന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അവൻ അതിന് പോകില്ല. അവൻ എന്നും ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ചേച്ചിമാർ ചേട്ടന്മാർ, അവരെ എങ്ങനെയെങ്കിലും സഹായിക്കണം. നിലവിൽ അന്വേഷണം ശരിയായ വിധത്തിൽ പോകുന്നില്ല എന്നുള്ള പരാതി കുടുംബത്തിനുണ്ടല്ലോ. അത് ഇന്നിപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വന്നപ്പോൾ നിങ്ങൾ അറിയിച്ചിരുന്നു. ആരിഫ് മുഹമ്മദ് ഖാൻ DGPയോട് സംസാരിച്ചിരുന്നു. വീണ്ടും ഇന്ന് കത്ത് നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പ്രധാനമായും ഈ കോളേജ് അധികൃതർ തന്നെ ഉത്തരവാദികളാണ് എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാന കണ്ടന്റ് അല്ലേ? അതായത് അവർ വേണ്ട വിധത്തിൽ ഇടപെട്ടിരുന്നുവെങ്കിൽ സിദ്ധാർത്ഥൻ്റെ ജീവൻ രക്ഷിക്കാമായിരുന്നു. അതെ, ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ അവിടെ എന്തെങ്കിലും ഇഷ്യൂ നടന്നാൽ അവരറിയണ്ടേ? അവരറിഞ്ഞ് അതിനെന്തെങ്കിലും പരിഹാരം ആ കുട്ടിയെ ഒരു സെക്യൂരിറ്റി അതിന് കൊടുക്കണ്ടേ? വേറെ ആര് കൊടുക്കും? ഒരു 600-700 കുട്ടികളുള്ള ഒരു ക്യാമ്പസ്, അത്രയേ ഉള്ളൂ. 1000-10,000 കണക്കിന് കുട്ടികളില്ല.
അപ്പോൾ ഓരോ ക്ലാസ്സിലെ ടീച്ചേഴ്സിനും അവരുടെ 100 കുട്ടികളെ നല്ലപോലെ അറിയായിരിക്കും. അപ്പോൾ അവർക്ക് ഒന്നുകിൽ അവർക്ക് അറിയാമായിട്ട് വെറുതെ ഇരുന്നു, ഇല്ലെങ്കിൽ അവരെടുത്ത് വെറുതെ ഇരിക്കാൻ പറഞ്ഞു. ഇതിലെന്തൊക്കെയോ നടന്നിരിക്കുന്നു. എനിക്ക് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായും അത്രയും കാര്യങ്ങൾ മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. മാഡത്തിനോട് വളരെ നന്ദി ശ്രീമതി ഷീബ സിദ്ധാർത്ഥൻ്റെ അമ്മ. ഞാൻ ഇത്രയും നേരം ഇരുന്നതിനും സംസാരിച്ചതിനും നന്ദി അറിയിക്കുന്നു. PM ആർഷോ പൂക്കോട് സർവകലാശാലയിൽ SFI ആണ് പ്രധാനപ്പെട്ട സംഘടന. ടി സിദ്ദിഖ് അടക്കമുള്ളവർ ആക്ഷേപം ഉന്നയിക്കുന്നത് SFI മാത്രമാണ്, മറ്റ് സംഘടനകളെ അവിടെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഈ വിഷയത്തിൽ നിരവധി SFIയുടെ പ്രവർത്തകർ പ്രതികളാണ്. ചിലരെ ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ SFIക്ക് പുറത്ത് CPMൻ്റെ സംരക്ഷണമുണ്ട് എന്നുള്ള ആക്ഷേപവുമുണ്ട്. ഇതിൽ എത്ര കണ്ട് SFIക്ക് ഉത്തരവാദിത്തമുണ്ട് ഈ കൊലപാതകത്തിൽ, ഈ ക്രൂരമായ കൊലപാതകത്തിൽ? ഏറ്റവും ദൗർഭാഗ്യകരമായ ക്രൂരമായിട്ടുള്ള സംഭവമാണ് പൂക്കോട് വെറ്റിനറി കോളേജിനകത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ചത് എന്നുള്ളതിനകത്ത് തർക്കമില്ല. അതിക്രൂരമായി ഒരിക്കലും ഒരു ക്യാമ്പസിനകത്തും ഉണ്ടാകാൻ പാടില്ലാത്ത നിലയ്ക്ക്, അല്ലെങ്കിൽ ഇനി ഒരിക്കലും എവിടെയും ആവർത്തിക്കാൻ വേണ്ടി പാടില്ലാത്ത നിലയ്ക്കുള്ള ആക്രമണമാണ് സിദ്ധാർത്ഥിന് നേരെ ക്യാമ്പസിനകത്ത് ഉണ്ടായിരുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികളുടെ ഭാഗത്ത് ഉണ്ടായത് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൻറ്റി റാങ്കിങ് കമ്മിറ്റിയുടെ, അതേപോലെ തന്നെ പോലീസിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള റിപ്പോർട്ടുകളും പുറത്തേക്ക് വരുന്ന ഘട്ടത്തിൽ നമുക്ക് ബോധ്യപ്പെടുന്ന ഒന്ന്. ഇതിനകത്ത് നിങ്ങളൊക്കെ സൂചിപ്പിച്ചതുപോലെ SFIയുടെ പ്രവർത്തകരായിരുന്ന 4 ആളുകൾ, ആ ക്യാമ്പസിനകത്ത് SFIയുടെ പ്രധാനപ്പെട്ട ഭാരവാഹിത്വത്തിലൊക്കെ ഉൾപ്പെടെ ഉണ്ടായിരുന്ന 4 ആളുകൾ നിലവിൽ പുറത്തു വന്നിട്ടുള്ള ഈ പ്രതിപ്പട്ടികക്കകത്ത് കോളേജ് കണ്ടെത്തിയിട്ടുള്ള, പോലീസ് കണ്ടെത്തിയിട്ടുള്ള കുറ്റക്കാരിലുണ്ട് എന്നുള്ളത് ദൗർഭാഗ്യകരമാണ്. ഞങ്ങളെ സംബന്ധിച്ച് വലിയ പ്രയാസം അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്കുണ്ട്. എന്നാൽ അത് ബോധ്യപ്പെട്ട ഘട്ടത്തിൽ തന്നെ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്ന സാഹചര്യത്തിൽ തന്നെ ഞങ്ങൾ ആ ആളുകളെ സംഘടനയിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളതാണ് ഒരു സംഘടനയെ സംബന്ധിച്ച് ചെയ്യാൻ വേണ്ടി കഴിയുന്നത്. ആ നിലയിൽ ഞങ്ങൾ സംഘടനയിൽ നിന്ന് പുറത്താക്കുകയും അതേപോലെ തന്നെ ആളുകൾക്കെതിരെ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഘട്ടത്തിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സമഗ്രമായിട്ടുള്ള അന്വേഷണം നടക്കേണ്ടതായിട്ടുണ്ട്. എന്താണ് ആ ക്യാമ്പസിനകത്ത് ആ ദിവസങ്ങളിൽ നടന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒക്കെ സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്തി ആ അന്വേഷണത്തിൻ്റെ ഒടുവിൽ ഈ കുറ്റക്കാരായിട്ടുള്ള മുഴുവൻ ആളുകൾക്കെതിരെയും ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാകണം എന്ന് തന്നെയാണ് SFIയുടെ നിലപാട്. ഈ 18 വിദ്യാർത്ഥികളാണ് നിലവിൽ ഇപ്പോൾ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ 4 പേരാണ് SFIയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ആളുകൾ ഉണ്ടായിരുന്നത്. നിലവിൽ വിവിധ വിദ്യാർത്ഥികളെ, പ്രതികളെ അറസ്റ്റ് ചെയ്യുന്ന നിലയുണ്ടായിട്ടുണ്ട്. അതിൽ SFIയുമായി ബന്ധപ്പെട്ട് നിന്നിരുന്ന ആളുകൾ മുഴുവൻ അറസ്റ്റിലായി എന്നുള്ളതാണ് ഈ ഘട്ടം വരെ എനിക്ക് ലഭ്യമാകുന്ന വിവരം. ഇനി അവതാരകൻ ചോദിച്ച മറ്റ് ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് ആ ക്യാമ്പസിനകത്ത് ഉള്ള പ്രധാനപ്പെട്ട സംഘടന SFI തന്നെയാണ്. മറ്റ് വിദ്യാർത്ഥി സംഘടനകളൊന്നും തന്നെ ആ ക്യാമ്പസിനകത്ത് സജീവമായി പ്രവർത്തിക്കുന്ന നിലയില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ASF ആ ക്യാമ്പസിനകത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന നിലയുണ്ടായിട്ടുണ്ട്. ടി സിദ്ദിഖ് ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് പോലെ ഏതൊരു വിദ്യാർത്ഥി സംഘടനയ്ക്കും ഒരു ക്യാമ്പസിനകത്ത് സംഘടനാ പ്രവർത്തനം നടത്തുന്നതിന് ആരുടെയും അനുവാദത്തിന് ആവശ്യമില്ല. അങ്ങനെ അനുവാദം കൊടുക്കുന്നതിന് വേണ്ടിയോ അനുവാദം നിഷേധിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അവകാശവും SFIക്ക് ഇല്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഉറച്ച ബോധ്യം. ആ നിലയ്ക്ക് പൂക്കോട് ക്യാമ്പസിലെന്നല്ല ഒരു ക്യാമ്പസിനകത്തും ഒരു വിദ്യാർത്ഥി സംഘടനയും ക്യാമ്പസിനകത്ത് സംഘടനാ പ്രവർത്തനം നടത്തുന്നത് വിലക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ അത് എതിർക്കുന്നതിന് വേണ്ടിയോ തടയുന്നതിന് വേണ്ടിയോ ഞങ്ങൾ ആളല്ല. ഈ ക്യാമ്പസിനകത്ത് ഉൾപ്പെടെ കഴിഞ്ഞ ഇപ്പോൾ ആ നിലയിലുള്ള ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു ദാരുണമായ സംഭവം ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ ബഹുമാനപ്പെട്ട MLA ഉൾപ്പെടെയുള്ള ആളുകൾ അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ അദ്ദേഹം തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ജില്ലയ്ക്കകത്ത് ഇതുപോലെ പ്രധാനപ്പെട്ട ഒരു ക്യാമ്പസിനകത്ത് ഇതര വിദ്യാർത്ഥി സംഘടനകൾക്ക് കടക്കാൻ അനുവദിക്കാൻ കഴിയാത്ത നിലയിലേക്ക് SFIയുടെ ഇടപെടലോ ഭീഷണിയോ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതിനോടകം തന്നെ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് മുമ്പിലേക്ക് ആ വിഷയം എത്തുമായിരുന്നു എന്നുള്ളതിനകത്ത് തർക്കമില്ല. മുൻകാലങ്ങളിൽ ഇങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള പരാതികൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് താങ്കൾ രാവിലെയും ചോദിക്കുന്നത് കേട്ടു. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഈ സംഭവങ്ങൾ നടന്നു കഴിഞ്ഞ് ഈ ആളുകളൊക്കെ പ്രതികളാകുമ്പോഴല്ലേ നിങ്ങൾക്ക് ആ ക്യാമ്പസിൽ എന്താണ് അക്കഴിഞ്ഞ ദിവസം 14, 15, 16, 17, 18 തീയതികളിൽ നടന്നത് എന്നെ സംബന്ധിച്ച് എന്തെങ്കിലും മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ. ഇപ്പോൾ SFIയുടെ ഇപ്പോൾ
ഈ പൂക്കോട് സർവകലാശാല ക്യാമ്പസിലെ യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു മാഫിയ സംഘമായി, ഒരൊറ്റ യൂണിറ്റ് മാഫിയ സംഘമായി പ്രവർത്തിക്കുന്നു എന്നല്ലേ നമ്മൾ അല്പം മുമ്പ് സംസാരിച്ച ആ അമ്മ പറയുന്നത് കേട്ടില്ലേ? ആ സ്വന്തം മുറിയിൽ താമസിക്കുന്ന ആ കുട്ടികൾ മാത്രമല്ല, ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികൾ മാത്രമല്ല, ആ പരസ്യ വിചാരണ നോക്കി നിന്ന 150ഓളം വിദ്യാർത്ഥികൾ അതിൽ പങ്കാളികളാണ്, കൊലപാതകത്തിൽ പങ്കാളികളാണ് എന്നുള്ളതാണ്. ഒന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലല്ലോ. അപ്പോൾ ഒരു കോളേജ് യൂണിറ്റ്, SFI യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു ഗുണ്ട സംഘമായി മാറിയിരിക്കുകയാണെന്നല്ലേ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ക്യാമ്പസിനകത്ത് SFI യൂണിറ്റ്, അതേപോലെ തന്നെ ക്യാമ്പസ് ആകമാനം ഒരു രാക്ഷസ കോട്ടയാണ് എന്നുള്ള നിലയിലേക്ക് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ശ്രമമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനകത്ത് ഞങ്ങൾക്ക് എന്തായാലും അങ്ങനെ ഒരു അഭിപ്രായം ഇല്ല. ആ ക്യാമ്പസിനകത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ചില ആളുകളുടെ ഭാഗത്ത് നിന്ന് ഒരിക്കലും സംഭവിക്കാൻ വേണ്ടി പാടില്ലാത്ത നിലയിലേക്കുള്ള ഇടപെടലുണ്ടായി. അതിനർത്ഥം ആ ക്യാമ്പസിനകത്ത് ബാക്കി മുഴുവൻ വിദ്യാർത്ഥികളും ആ നിലയിലുള്ള ആളുകളാണ് എന്നുള്ളതല്ല. എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നു, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗമായിട്ടുള്ള ചില രാഷ്ട്രീയ പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്ന വിവരണങ്ങൾ അവർ ഓരോ ദിവസവും ഓരോ കഥ പറയും. ഇന്ന് രാവിലെ പറഞ്ഞത് SFI അംഗത്വം എടുക്കാത്തതിന്റെ ഭാഗമായിട്ട് നടന്ന കൊലപാതകമാണ് എന്നുള്ളതാണ് KC വേണുഗോപാൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ നിലയിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ അതിന്റെ വാല് പിടിച്ചുകൊണ്ട് ചർച്ച ചെയ്യുക എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് എന്താണ് ക്യാമ്പസിനകത്ത് ആ ദിവസം നടന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് സമഗ്രമായിട്ടുള്ള അന്വേഷണം നടക്കണം എന്നുള്ളതാണ്. അത് അന്വേഷിക്കേണ്ട ആളുകൾ ഞാനുമല്ല, ഈ പറഞ്ഞ പോലെ മാധ്യമങ്ങളുമല്ല. അവിടെ എന്താണ് നടന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് അന്വേഷിക്കേണ്ടുന്ന നിയമ സംവിധാനങ്ങൾ അന്വേഷിച്ച് വസ്തുത പുറത്തു കൊണ്ടുവരണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. എന്ത് വസ്തുതയാണ് വരാനുള്ളത്? ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിൽ നേരത്തെ ആ അമ്മ ചൂണ്ടിക്കാണിച്ചതുപോലെ എന്തെങ്കിലുമൊക്കെ നിസ്സാര സംഭവങ്ങളുണ്ട്. ഇതിന് പരസ്യ വിചാരണ ചെയ്യാൻ ആര്? പരസ്യ വിചാരണ അവിടെ നടന്നു എന്ന കാര്യത്തിൽ അവ്യക്തതയൊന്നുമില്ലല്ലോ. ആ പരസ്യ വിചാരണയിൽ SFIയുടെ നേതാക്കൾ പങ്കെടുത്തിട്ടുണ്ട് എന്ന കാര്യത്തിൽ അവ്യക്തതയില്ലല്ലോ. കൊടിയ മർദ്ദനം ഈ കുട്ടി നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ SFIക്കും പൊതുസമൂഹത്തിനാകെയും ഒരു സംശയവും ഇല്ലല്ലോ. ആ കൊടിയ മർദ്ദനത്തിൽ ഒന്നുകിൽ മനം നൊന്ത് ആ കുട്ടി ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആ കുട്ടിയെ കെട്ടിത്തൂക്കിയതായിരിക്കാം കൊല ചെയ്തതിന് ശേഷം. ഇത്ര മാത്രമേ ഉള്ളൂ. അവസാന ഘട്ടത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് ഞാൻ അങ്ങനെയൊക്കെ വരാം. CPM മാഷോ, ശ്രീ ഷംഷാദ് മരക്കാർ, താങ്കൾക്കാണ് കുറച്ചുകൂടി നേരിട്ട് കാര്യങ്ങൾ അറിയുക. ഇതിൽ SFIയുടെ പങ്കാളിത്തത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ? SFIയുടെ പങ്കാളിത്തത്തിൽ ഞങ്ങളെന്നല്ല, വയനാട്ടിലെ എല്ലാ ആളുകൾക്കും നല്ല ബോധ്യമുണ്ട്. ഇപ്പോൾ ആർഷോ പറഞ്ഞത്, ഞങ്ങൾ ഈ വിവരം അറിഞ്ഞ ഉടനെ 4 SFI പ്രവർത്തകരുണ്ടായിരുന്നു, അവരെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ് ആർഷോ പറയുന്നത്. SFI എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയെ പൂക്കോട് വെറ്റിനറി ക്യാമ്പസിൽ നയിക്കുന്നത് അമൽ ഹീസാൻ എന്ന് പറയുന്ന നിങ്ങളുടെ യൂണിറ്റ് സെക്രട്ടറിയാണ്, ഈ കേസിലെ പ്രതിയാണ്. ഒരു സംഘടനയെ ഒരു ക്യാമ്പസിൽ നയിക്കുന്ന ഒരാൾ പോലും ഇത്തരം രീതിയിലേക്ക് പെരുമാറുന്നുണ്ട് എങ്കിൽ ആർഷോ പോലെ, അല്ലെങ്കിൽ ആർഷോയുടെ ഇവിടുത്തെ ജില്ലാ കമ്മിറ്റിക്ക് ഇവരുമായി നല്ല ബന്ധമുള്ള ആളുകളാണ്. ഇവരാരും ഈ വിവരം അറിയുന്നില്ല എന്ന് പറയുന്നത്. ആർഷോ എന്നാണ് ഇവരെ പുറത്താക്കിയത്? 18-ാം തീയതി സിദ്ധാർത്ഥൻ്റെ മരണം നടന്നിട്ട് എന്നാണ് SFIയുടെ ഈ 4 പേർക്കെതിരെ നടപടിയെടുത്തത് എന്നുള്ളതാണ്. അപ്പോൾ 18-ാം തീയതി ക്യാമ്പസിൽ ഒരു മരണം നടന്നു, ഒരു അസ്വാഭാവിക മരണം നടന്നു. വിദ്യാർത്ഥി പക്ഷത്ത് നിൽക്കുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയാണെങ്കിൽ അതിൻ്റെ യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരുവാൻ ആ വെറ്റിനറി കോളേജിലെ കുട്ടികളോടൊപ്പം നിൽക്കേണ്ട ഒരു ദൗത്യം എടുക്കേണ്ട സംഘടന നിങ്ങളല്ലേ ഈ വിഷയം പൊതുസമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരേണ്ടത്? ഒരു അസ്വാഭാവിക മരണമുണ്ട്, ഇതിൻ്റെ കാരണങ്ങൾ, കാര്യങ്ങൾ തേടണമെന്ന് പറയേണ്ട സംഘടനയും യൂണിറ്റിൻ്റെ ഭാരവാഹികളും എന്തുകൊണ്ടാണ് മിണ്ടാതിരുന്നത്? പിന്നീട് നിങ്ങൾ പോസ്റ്റർ പ്രചരണം നടത്തി, ഒരു ഇൻസ്റ്റഗ്രാമിലും മറ്റുമൊക്കെ യഥാർത്ഥ പ്രതികളെ കണ്ടെത്തണമെന്ന് പറഞ്ഞു നിങ്ങളൊരു പ്രചരണം നടത്തി എന്നതിനേക്കാൾ ഉപരി മാധ്യമങ്ങൾക്കും ജനപ്രതികളടക്കം ഈ വിവരം അറിയുന്നത് 20-21 കഴിഞ്ഞിട്ടാണ്. SFI പറയുന്നത് ഞങ്ങൾക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക? ഞങ്ങളിൽ ചില പുഴുക്കുത്തുകളുണ്ട്, അങ്ങനെ ഒരു പുഴുക്കുത്തുകളെ കണ്ടെത്തിയ സ്ഥിതിക്ക് ഞങ്ങൾ അവരെ പുറത്താക്കുന്നു, മറ്റെന്താണ് ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുക എന്നാണ്. ഓക്കെ നികേഷ്, ഒരു കാര്യം ചോദിക്കാം. ഈ പുഴുക്കുത്തുകൾ ഈ വിഷയത്തിനകത്താണ് ഉണ്ടായത്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അവിടെ ഡയറി ഡിപ്ലോമയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുമായി ഈ കേസിൽ അകപ്പെട്ട വിദ്യാർത്ഥികൾ സംഘർഷമുണ്ടായി, അതിഭീകരമായ സംഘർഷം ഉണ്ടായല്ലോ. ആ സംഘർഷത്തിൽ SFIയുടെ ലീഡർഷിപ്പിൽ നിൽക്കുന്ന വിദ്യാർത്ഥികളാണല്ലോ ഒരു ഭാഗത്ത് പ്രതികളായി വന്നത്. എന്ത് നടപടിയാണ് SFI എടുത്തത്? ഒരു നടപടി എടുത്തില്ല. അത് അവിടുത്തെ ചില അധ്യാപകരുടെ കൂടെ നേതൃത്വത്തിൽ അത് പറഞ്ഞു തീർത്തു. ഞാൻ ഇന്നലെയും പറഞ്ഞതാണ്, ഒരു നോർത്ത് ഇന്ത്യൻ വിദ്യാർത്ഥി ഇട്ട വാട്സപ്പ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ദ സെയിം പീപ്പിൾ ആർ കിൽഡ് എന്നാണ്. അതായത് സ്ഥിരമായി ആ ക്യാമ്പസിൽ കുഴപ്പമുണ്ടാക്കുന്ന ആളുകൾ ഒരു കുട്ടിയെ കൊല്ലുന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്ഥിരമായി ആ ക്യാമ്പസിൽ കുഴപ്പമുണ്ടാക്കുന്ന ആളുകൾ മുഴുവൻ ഇരിക്കുന്നത് SFIയുടെ ഭാരവാഹിത്വത്തിലാണ്. ഇവരാരും
SFIയുടെ പ്രവർത്തകർ, സാധാരണ പ്രവർത്തകരോ മുദ്രാവാക്യം വിളിക്കുന്നവരോ പ്രകടനത്തിൽ പങ്കെടുക്കുന്നവരോ മാത്രമല്ല. യൂണിയൻ പ്രസിഡന്റ് അരുണുണ്ട്, അഭിഷേക് ഉണ്ട്, അതിനോടൊപ്പം യൂണിറ്റ് സെക്രട്ടറി ഉണ്ട്, ഇനി കാശിനാഥനുണ്ട്. അങ്ങനെ എല്ലാവരും ഇതിൻ്റെ മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന ആളുകളാണ്. ഈ ആളുകളാണ് അവിടെ സ്ഥിരമായി കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത്. 16-ാം തീയതിയും 17-ാം തീയതിയും സിദ്ധാർത്ഥിനെ ക്രൂരമായി മർദ്ദിക്കുന്നു. ഈ മർദ്ദിച്ചതിൽ 12 പേരെ സസ്പെൻഡ് ചെയ്യുന്നു. മൊത്തം 18 പ്രതികൾ വരുന്നു. ബാക്കി SFIക്കാരാ ക്യാമ്പസിലുണ്ടല്ലോ ഹർഷോ. ബാക്കി നിങ്ങൾ പറയുന്ന എല്ലാ വിദ്യാർത്ഥികളും മോശക്കാരല്ല, ഞാൻ ആ വാദം അംഗീകരിക്കുന്നു. SFIയുടെ അവിടെ 25 സീറ്റിലാണ് മത്സരം നടക്കുന്നത്. 25 യൂണിയൻ ഭാരവാഹികൾ SFIക്കുണ്ട്. യൂണിയൻ പ്രസിഡന്റും സെക്രട്ടറിയും മോശക്കാരാവട്ടെ. ബാക്കി നല്ല കുട്ടികൾ എന്ന് പറയുന്ന SFIക്കാർ അവിടെ ഉണ്ടല്ലോ. എന്തേ അവരിത് തടഞ്ഞില്ല ഹർഷോ? അവർ ഈ കാര്യം എന്തുകൊണ്ട് പുറത്തു പറഞ്ഞില്ല? അവരെന്തുകൊണ്ട് അധ്യാപകരെ ബന്ധപ്പെട്ടില്ല? അവരെന്തുകൊണ്ട് പോലീസിനെ ബന്ധപ്പെട്ടില്ല? മിനിമം നിങ്ങളെ ബന്ധപ്പെടണ്ടേ? SFIയുടെ ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും അറിയിക്കേണ്ടേ? നമ്മൾ ഭരിക്കുന്ന ക്യാമ്പസിൽ 2 ദിവസമായ ഒരു വിദ്യാർത്ഥി ക്രൂരമർദ്ദനത്തിന് ഇരയാവുകയാണ്. ഇരയാക്കുന്നത് ഇന്ന ആളുകളാണ്. വിദ്യാർത്ഥി സംഘടന എന്നുള്ള രീതിയിൽ നമ്മൾ ഇടപെടണമെന്ന് ആർഷയോട് പറയണ്ടേ? പറഞ്ഞിരുന്നോ? അപ്പൊ അങ്ങനെ ഒരു അലിഖിത നിയമം ആ ക്യാമ്പസിൽ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? അതായത് ആ കോളേജിൽ നടക്കുന്ന എല്ലാ അക്രമ സംഭവങ്ങളും ആ കോളേജിൽ അവസാനിക്കണം, അത് പുറത്തേക്ക് അറിയരുത്. നോക്കൂ, അത് വിദ്യാർത്ഥികളുടെ ഇടയിലുള്ള അലിഖിത നിയമം മാത്രമല്ല, അധ്യാപകർക്കും ആ അലിഖിത നിയമം ബാധകമാണ് എന്നല്ലേ കാണേണ്ടത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു മാഫിയ സംഘമായി ആ കോളേജ് യൂണിറ്റ് മാറിയിട്ടുണ്ട്. ആ നിലക്കുള്ള ഒരു അലിഖിത നിയമവും ആ ക്യാമ്പസിൽ എന്നല്ല ഒരു ക്യാമ്പസിലും ഉള്ളതായിട്ടുള്ള അറിവ് എനിക്കില്ല. ഇനി ആ നിലയിലുള്ള അലിഖിത നിയമങ്ങൾ എന്തെങ്കിലും ക്യാമ്പസിനകത്തുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് റിപ്പോർട്ടർ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾക്ക് പരിശോധന നടത്താവുന്നതാണല്ലോ. എന്താ ഈ ദിവസങ്ങൾ ഇത്രയായിട്ടും ഇപ്പോൾ ഈ വിഷയമുണ്ടായി, ഇപ്പോൾ നേരത്തെ പറഞ്ഞു ഞങ്ങളിത് ഏത് ഘട്ടത്തിലാണ് ഇടപെട്ടത് എന്നുള്ളത്. ഞങ്ങളുടെ മുൻപിലേക്ക് ഈ വിഷയം അങ്ങനെ ഈ മരണം നടന്നു, മരണത്തിൻ്റെ തുടർച്ചയിൽ ഈ പറഞ്ഞ പോലെ അവിടെ മർദ്ദനം ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അറിഞ്ഞ ഘട്ടത്തിൽ തന്നെ ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തിയും അതിനകത്ത് SFIയുടെ ഭാഗമായിട്ടുള്ള ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് കണ്ട ഘട്ടത്തിൽ ഞങ്ങൾ സംഘടനാപരമായിട്ട് നടപടിയെടുക്കുകയും മറ്റു കാര്യങ്ങൾ ആ ഘട്ടത്തിൽ തന്നെ ഞങ്ങൾ മുഖ്യധാര മാധ്യമങ്ങൾ ഉൾപ്പെടെ വിഷയം ഏറ്റെടുക്കുന്നതിന് മുൻപ് തന്നെ ഞങ്ങൾ വളരെ കൃത്യമായിട്ട് ഞങ്ങളുടെ സ്റ്റേറ്റ്മെന്റ്, ഞങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു പോയിട്ടുള്ളതാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് സമഗ്രമായിട്ടുള്ള അന്വേഷണം നടന്ന് മുഴുവൻ കുറ്റക്കാരെയും കണ്ടെത്തണം എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾ ആ ഘട്ടത്തിൽ തന്നെ പറഞ്ഞു പോയിട്ടുള്ളതാണ്. അതിന്റെ തുടർച്ചയിലും ആ നിലപാടിനകത്ത് ഞങ്ങൾ വേറെ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. ഈ പറഞ്ഞ പോലെ അവിടെ ആ നിലക്കുള്ള അലിഖിത നിയമങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് എന്താ ഇത്ര ദിവസമായിട്ട് ഒരു മാധ്യമ സ്ഥാപനം ക്യാമ്പസിനകത്തേക്ക് കടന്നു ചെല്ലാൻ വേണ്ടി തയ്യാറാകുന്നില്ലല്ലോ? ആ ക്യാമ്പസിനകത്ത് ചെല്ലണ്ടേ? ഇതിനു മുൻപ് പലയിടങ്ങളിലും വിഷയങ്ങൾ ഉണ്ടായ സമയത്ത് ബാക്കി സംഘടനകളൊക്കെ പോകുന്നതിനോടൊപ്പം തന്നെ മാധ്യമങ്ങളടക്കം ആ ക്യാമ്പസിനകത്തേക്ക് ചെല്ലുന്നതിന് വേണ്ടിയും അവിടുത്തെ വിദ്യാർത്ഥികളും അധ്യാപകരും ഒക്കെ പ്രശ്നക്കാരാണ് എന്നുള്ള നിലക്കാണല്ലോ കോൺഗ്രസിന്റെ ഉൾപ്പെടെ പ്രതിനിധി പറഞ്ഞു വെച്ചിട്ടുള്ളത്. ആ നിലക്കുള്ള പ്രശ്നക്കാരാണ്. എന്താണ് അവിടെ ആ ക്യാമ്പസിനകത്ത് ഈ നിലയിലുള്ള ഒരു രാക്ഷസ കോട്ടയാണോ എന്നുള്ളതിനെ സംബന്ധിച്ച് ഒന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയും അതിനെ സംബന്ധിച്ച് വളരെ വിശദമായിട്ടുള്ള ഒരു സ്റ്റോറി ചെയ്യുന്നതിന് വേണ്ടിയൊക്കെ റിപ്പോർട്ടർ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ തയ്യാറാകണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഞങ്ങൾക്ക് ഇതിനകത്തുള്ള വിയോജിപ്പ് ഇതാണ്. ഇത് SFI കൊലപ്പെടുത്തി എന്നുള്ള നിലയിലേക്ക് ഒരു നരേഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി വലിയ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിൽ പെട്ട 4 പേരുണ്ടായിരുന്നു, അതിനകത്ത് തർക്കമല്ല. മറ്റു 10-14 പേര് വേറെയും ഉണ്ട് കേട്ടോ. ആ 4 ആളുകളെ അവർ ഞങ്ങളുടെ കുഞ്ഞുങ്ങളാണ്, ഞങ്ങളുടെ കുട്ടികളാണ് എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കാൻ വേണ്ടി ഞങ്ങൾ പോയിട്ടില്ല. ആ ആളുകൾക്ക് സംരക്ഷണം കൊടുക്കുമെന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി ഞങ്ങൾ പോയിട്ടില്ല. ആ ആളുകൾക്ക് വേണ്ട നിയമസഹായം നൽകുന്നതിന് വേണ്ടി ഞങ്ങൾ പോയിട്ടില്ല. ആ ആളുകളെ കുറച്ചുകൂടി ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് അവരോധിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പോയിട്ടില്ല. അവരെ ഔട്ട്റീച്ച് സെല്ലിന്റെ സംസ്ഥാന ഭാരവാഹിയും ജില്ലാ പ്രസിഡന്റൊന്നും ആക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പോയിട്ടില്ല. കോടതി കുറ്റശിക്ഷക്കാരനെന്ന് വിധിക്കട്ടെ, അങ്ങനെ വിധിക്കുന്ന ഘട്ടത്തിൽ ഞങ്ങൾ അപ്പോൾ നിലപാട് പറഞ്ഞുകൊള്ളാം എന്ന് പറയാൻ വേണ്ടി ഞങ്ങൾ പോയിട്ടില്ല. മരണം ഇരന്നു വാങ്ങിയതാണ് എന്നുള്ള നിലപാടല്ല ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ സംഘടന ആഗ്രഹിക്കാത്ത നിലയിലുള്ള ഇടപെടൽ നടത്തുന്ന ഇപ്പൊ ഞങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടത് ഈ 4 ആളുകളാണ്. അതിന്റെ പുറത്ത് ഇതിന്റെ അന്വേഷണത്തിന്റെ തുടർച്ചയിൽ ഇതിലധികം ഈ 4ന്റെ പുറമെ ഏതെങ്കിലും ഒരു SFIക്കാരൻ അധികം ഉണ്ടായിട്ടുണ്ട് എന്ന് അറിയുന്ന അല്ലെങ്കിൽ അങ്ങനെ വെളിപ്പെടുന്ന ഘട്ടത്തിൽ ഉറപ്പായിട്ടും ആ ആളെയും ഞങ്ങൾ സംരക്ഷിക്കില്ല. ഒരു നിലക്കുള്ള സംരക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇത് ആവർത്തിക്കപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ സമൂഹത്തിനകത്ത് ക്യാമ്പസുകൾക്കകത്ത് വേണമെന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. എന്നാൽ ഈ ദാരുണമായിട്ടുള്ള സംഭവത്തെ, ഈ അതിദാരുണമായിട്ടുള്ള സംഭവത്തെ, ഒരു മരണത്തെ എങ്ങനെ രാഷ്ട്രീയ ലാഭം കൊയ്യുന്നതിന് വേണ്ടിയുള്ള ടൂളാക്കി മാറ്റാം എന്നതിനെ സംബന്ധിച്ച് ഇവിടെ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുക, തെറ്റായ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. ഇന്ന് രാവിലെ ഇന്ത്യയിലെ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണല്ലോ KC വേണുഗോപാൽ. അദ്ദേഹം പറയുന്നത് SFIയുടെ മെമ്പർഷിപ്പ് എടുക്കാത്തതിന്റെ പേരിൽ അദ്ദേഹത്തെ കൊലപ്പെടുത്തിയതാണ് SFIക്കാർ ചേർന്നത്.
SFIക്കാർ ചേർന്ന് SFI തീരുമാനമെടുത്ത് അടിച്ച് കൊന്ന് കെട്ടിത്തൂക്കി എന്നുള്ള നിലയിലേക്ക് ഉത്തരവാദിത്വപ്പെട്ട കോൺഗ്രസിന്റെ നേതാവ് പറയാണ്. എന്ത് വസ്തുതയുടെ എന്ത് വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ? അപ്പൊ ഈ നിലയിൽ ഒരു മരണം സംഭവിച്ചു, അത് ഉണ്ടാകാൻ വേണ്ടി പാടില്ല. സിദ്ധാർത്ഥിന്റെ കുടുംബത്തിനും നീതി ലഭിക്കണം എന്നുള്ളതിനകത്ത് ഞങ്ങൾക്ക് തർക്കമില്ല. ഞങ്ങൾ ആ കുടുംബത്തോടൊപ്പം തന്നെയാണ്. അത് ഇന്നലെയും ഇന്നും നാളെയും ഞങ്ങൾ ആ കുടുംബത്തോടൊപ്പം തന്നെയായിരിക്കും. എന്നാൽ ഇതിൽ നിന്നും രാഷ്ട്രീയ ലാഭം കൊയ്യുന്നതിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകൾ അത് ശരിയല്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അത് പൊതുസമൂഹം തിരിച്ചറിയുക തന്നെ ചെയ്യും. ശരി, ദയവായി തുടരുക. PM മാർഷോ. ഷിബു കൂടി ചേരുന്നു നമ്മോടൊപ്പം, സിദ്ധാർത്ഥന്റെ അമ്മാവൻ. ഷിബു, ഇപ്പോ ആർഷോ പറയുന്നത് ഈ കോളേജ് ഒരു രാക്ഷസ കോട്ടയാണ് എന്ന് സ്ഥാപിക്കാനും SFI ആണ് ഇതിൻ്റെ പിന്നിൽ, SFI എന്ന സംഘടനയാണ് ഇതിൻ്റെ പിന്നിൽ എന്ന് സ്ഥാപിക്കാനുള്ള ഒരു നറേറ്റീവിനുള്ള ശ്രമം നടക്കുന്നു എന്നാണ്. ആർഷോ നേരത്തെ കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് അവിടുത്തെ വിദ്യാർത്ഥികളോട് ചോദിക്കാം, SFI ആ രീതിയിലാണോ പെരുമാറുന്നത്, ആ രീതിയിലാണോ അവിടെ ഇതുവരെ പ്രവർത്തിച്ചു പോന്നിട്ടുള്ളത് എന്നാണ്. മാധ്യമങ്ങൾക്ക് പോയി ചോദിക്കാം എന്നാണ്. അങ്ങനെ ഒരു അനുഭവമുണ്ട് SFIയുടെ ഭാഗത്ത് നിന്ന് എന്ന് അവിടുത്തെ വിദ്യാർത്ഥികൾ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, ഇനിയെങ്കിലും പറയുമോ എന്നാണ് ആർഷോ ചോദിക്കുന്നത്. അപ്പോൾ SFI എന്ന് പറയുന്ന സംഘടനയാണ് യഥാർത്ഥത്തിൽ സിദ്ധാർത്ഥനെ കൊന്നത് എന്ന നറേറ്റീവ് യഥാർത്ഥത്തിൽ കുടുംബത്തിനുണ്ടോ ഷിബു? ഞങ്ങൾ അത്തരത്തിലല്ല പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സിദ്ധാർത്ഥൻ അവിടെ കൊല ചെയ്യപ്പെട്ടു. ഒരു കൂട്ടം വിദ്യാർത്ഥികൾ അതിന് നേതൃത്വം കൊടുത്തത് നോക്കുമ്പോൾ ആ 130ഓളം കുട്ടികളുടെ മുന്നിൽ വെച്ച് അടിക്കുകയും മറ്റുള്ള പ്രവൃത്തികൾ ചെയ്തതിൽ നേതൃത്വം കൊടുത്തിരിക്കുന്നത് ഈ സംഘടനയിലെ ഭാരവാഹികളാണ്, പ്രധാനപ്പെട്ട ആളുകളാണ്. അപ്പോൾ ഈ സംഘടനയ്ക്ക് ഒരു രാഷ്ട്രീയം, നമുക്ക് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയമില്ല. അപ്പോൾ ആ രാഷ്ട്രീയ മുതലെടുപ്പ് ഇവിടെ ഒരിക്കലും ചിന്തിക്കരുത്. ഇവിടെ ഒരു സംഘടനാ പ്രവർത്തനത്തിന്റെ രീതി മാത്രമാണ് ഞാൻ പറയുന്നത്. ഒരു സംഘടനാ നേതാവാകുമ്പോൾ അദ്ദേഹത്തിന് ഈ കുട്ടികളെ അദ്ദേഹത്തിന്റെ സംഘടനയുടെ തലപ്പത്ത് ആ കോളേജിന്റെ സംഘടനാ പ്രവർത്തനത്തിന് നേതാക്കൾ പ്രതിനിധാനം ചെയ്യുമ്പോൾ അവരുടെ കീഴിൽ ധാരാളം അണികൾ ഉണ്ടായിരിക്കും. കുട്ടികൾ തന്നെയാണ് അവരുടെ അണികൾ എന്ന് പറയുന്നത്. ഈ കുട്ടികളെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയാതെ അവരെ ഇഷ്ടത്തിന് വിടുകയും അവർക്ക് ഇഷ്ടമുള്ള പേക്കൂത്തുകൾ അവിടെ നടക്കുവാനും ഇവരോടൊപ്പം തന്നെ ഈ സംഘടനാ നേതാക്കൾ, പ്രധാനപ്പെട്ട നേതാക്കളും അവരോടൊപ്പം നിന്ന് ഈ കുട്ടിയെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തുന്നതിലേക്ക് നയിക്കുകയും ചെയ്യുന്ന രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ ഈ സംഘടനയാണ് സംഘടനാ നേതാക്കൾ പ്രതിനിധാനം ചെയ്യുന്ന അവരുടെ നേതൃത്വത്തിലെന്ന് പറയുമ്പോൾ അണ്ടർസ്റ്റുഡ് അല്ലേ? ഞങ്ങൾ പറയാതെ തന്നെ അത് വരുന്നില്ലേ സംഘടന? നമ്മൾ ഒരിടത്തും SFI ചെയ്തു എന്ന് ഒരിടത്തും പറയുന്നില്ല. പക്ഷേ സംഘടനയുടെ പ്രധാനപ്പെട്ട നേതാക്കളുടെ 4-5 നേതാക്കളുണ്ടെങ്കിൽ ആ താഴോട്ടുള്ളവർ അവരുടെ അണികളാണ്. അപ്പോൾ നേതാക്കൾക്ക് ഈ അണികളോട് നിങ്ങൾ അങ്ങനെ ചെയ്യരുതേ, എന്തിനാണ് നിങ്ങൾ ചെയ്യുന്നത്, കാരണം ആ കുട്ടി ഇന്ന തെറ്റ് ചെയ്തെങ്കിൽ അത് ഞങ്ങൾ പറഞ്ഞു മനസ്സിലാക്കും. അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് ചെയ്താൽ കോടതി വിധിച്ച് അവരെ അവിടെ നിന്ന് ഇല്ലാതാക്കുകയാണോ ചെയ്യുന്നത്? അപ്പം അത്തരത്തിലുള്ള പ്രവർത്തികൾ ഞങ്ങൾ ഒരിക്കലും സംഘടന എടുത്തു പറയാൻ, ഞങ്ങൾ രാഷ്ട്രീയക്കാരല്ല, ഞങ്ങൾ സാധാരണ ജനമാണ്, ഞങ്ങൾ പാവപ്പെട്ട ആളുകളാണ്, ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല. പക്ഷേ ആ കോളേജിൽ നടന്നത് ഈ രാഷ്ട്രീയ നേതാക്കളുടെ, SFIയുടെ നേതാക്കളുടെ പ്രധാനപ്പെട്ട നേതാക്കളുടെ കൺട്രോളിലാണ് ഈ പ്രവർത്തികൾ നടന്നത്. അതുകൊണ്ട് ആ ഉത്തരവാദിത്വം അവർക്ക് വന്നു ചേരുകയാണ്. അതോടൊപ്പം തന്നെ കോളേജിലെ കാര്യം പറഞ്ഞത്, കോളേജിലെ പ്രവർത്തികൾ ഞങ്ങൾ പോയി കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് അവിടെ ഒരു യൂണിയനേ ഉള്ളൂ. എല്ലാം കോളേജിൻ്റെ മുഴുവൻ കാര്യങ്ങളും ഇവരുടെ കൺട്രോളിൽ തന്നെയാണ്. ഒരു അഡ്മിഷൻ സമയത്ത് പോലും, ആ സമയത്ത് നമ്മൾ അഡ്മിഷന് പോകുമ്പോൾ ഞങ്ങൾക്ക് തരുന്ന സ്ലിപ്പ് മുതൽ, ആ കോളേജിനകത്ത് കയറാനുള്ള പാസ് മുതൽ, അവിടെ കുട്ടികൾക്ക് ഉപയോഗിക്കാനുള്ള ബക്കറ്റ് മുതൽ ബെഡ് മുതൽ തലേണ വരെ തരുന്നത് ഈ SFI ആണ്. അതൊരു സേവനമായിട്ടാണ് കാണുന്നതെങ്കിലും അവർക്കും അതിൽ നിന്ന് ലാഭമുണ്ട്. അത് അവരുടെ കൈകളിൽ കൂടെ പോകുമ്പോൾ അവരവിടെ സ്ട്രോങ് ആണെന്ന് വരുന്ന രക്ഷകർത്താക്കൾക്ക് കാണിച്ചു കൊടുക്കാനും കഴിയുന്നു. അതോടൊപ്പം തന്നെ സിദ്ധാർത്ഥൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അവിടുത്തെ യൂണിറ്റ് ഉണ്ട് മാമ, ആ യൂണിറ്റാണ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. ഞങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നേതാക്കൾ കൂടിയിരുന്ന് അതിനൊരു ശിക്ഷ വിധിക്കും, അത് അവിടെ നടപ്പിലാക്കും, അടി കൊടുക്കും. അവന് കിട്ടിയിട്ടില്ല, എന്നാലും മറ്റുള്ളവർക്ക് ചെയ്യും. അതുകൊണ്ട് അവിടെ മറ്റുള്ള പ്രവൃത്തികളൊന്നും ചെയ്യാൻ കഴിയില്ല അവരെല്ലാവരും. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഈ വിവരങ്ങൾ നൽകിയ കുറച്ച് അധ്യാപകരുണ്ട് അവിടെ. അവരും പറയുന്നുണ്ട്, ഈ സംഘടനാ ശക്തിയിൽ ഞങ്ങൾക്ക് അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല,
ഞങ്ങൾക്ക് പേടിയാണ്, നിങ്ങൾക്കുള്ള തെളിവ് ഞങ്ങൾക്ക് മറ്റുള്ള ഏജൻസികൾക്ക് കൊടുക്കണമെന്നുണ്ട്, പക്ഷേ ഞാൻ അത് പറഞ്ഞാൽ നാളെ ഞാൻ ഉണ്ടാവില്ല. അതുപോലെയാണ് 2-3 കുട്ടികൾ ഞങ്ങളെ ഫോണിൽ വിളിച്ചു. ആ കുട്ടികളും ഇതുവരെയും മൊഴി തരാൻ തയ്യാറല്ല, കാരണം അവർക്കും പേടിയാണ്. അപ്പോൾ ഞങ്ങൾ ഒരിടത്തും ഇങ്ങനെ പറയുന്നില്ല. എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് അങ്ങനെ തോന്നുന്നത് എന്ന് ഉണ്ടെങ്കിൽ അത് ആ കോളേജിൽ എന്തോ ഉണ്ട് ഉള്ളതാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട അദ്ദേഹം പറഞ്ഞതുപോലെ അവിടെ മീഡിയ എല്ലാം പരിശോധിക്കുമ്പോൾ അത് മനസ്സിലാവുമെങ്കിൽ അത്തരത്തിൽ നമുക്ക് കണ്ടപ്പോൾ മനസ്സിലായത് ഇത്തരത്തിൽ അവിടെ ഒരു ശക്തമായ സ്വാധീനം ഈ സംഘടനയ്ക്ക് ഉണ്ട് എന്ന് തന്നെയാണ്. ഞാൻ മടങ്ങിയെത്താം. ആർഷോയ്ക്ക് മറുപടി പറയാനുണ്ടാകും. ആർഷോ, നേരത്തെ ഷിബു പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ്. ഒരു കാലത്ത് KSU അപരാജിത ശക്തിയായിരുന്നു കേരളത്തിലെ ക്യാമ്പസുകളിൽ. ഏഷ്യയിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടന എന്ന് അഭിമാനിച്ച കാലഘട്ടം എന്ന് പറയുന്നത് 1980-കൾ വരെയായിരുന്നു. പിന്നീട് ഇത്തരം കാര്യങ്ങളിലൂടെയാണ് ക്യാമ്പസുകളിൽ നിന്ന് KSU ഇല്ലാതാകാൻ കാരണം, ഇപ്പോൾ അതിൻ്റെ ഒരു അവസ്ഥയിലേക്ക് അത് എത്തിപ്പെടാൻ കാരണം. SFI അതേ റൂട്ടിലൂടെയാണോ പോകുന്നത്? ഒരിക്കലുമില്ല, ആ റൂട്ടിലൂടെ പോകുന്നതിന് വേണ്ടി SFI ഉദ്ദേശിച്ചിട്ടില്ല. പറഞ്ഞല്ലോ, ഞങ്ങളുടെ ചില പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഈ ഇടപെടൽ അതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല, ഈ നിലയിലേക്ക് പഴയ ഞാൻ തുടക്കത്തിൽ തന്നെ ഇടപെടുന്നു എന്ന് വിചാരിക്കരുത്. SFIയുടെ സംസ്ഥാന കമ്മിറ്റി അവിടെ വന്ന് സിദ്ധാർത്ഥനെ അടിച്ചു കൊന്നു എന്നല്ല ഇവിടെ ആക്ഷേപം. SFIയുടെ അവിടുത്തെ യൂണിറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാരവാഹികൾ ഈ കൊലപാതകത്തിൽ പങ്കാളികളാണ് എന്നുള്ളതാണ്. അത് നിങ്ങൾ അറിയുന്ന പോലുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ യൂണിറ്റ് ആകെ ഒരു മാഫിയ സംഘമായി മാറിയിരിക്കുന്നു. അങ്ങനെ പല കൊലപാതകങ്ങൾ നടക്കാത്ത, നമ്മൾ ശ്രദ്ധിക്കാത്ത പല യൂണിറ്റുകളും കേരളത്തിൽ പലയിടങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ടാകും. അല്ല, ബഹുമാനപ്പെട്ട അവതാരകൻ രണ്ടാമത് പറഞ്ഞതാണ് ഇതിനകത്തുള്ള വസ്തുത. എന്നാൽ അതങ്ങനെയല്ല. സംസ്ഥാനത്തെ SFI മുഴുവൻ ഈ നിലയിലാണ് എന്ന് ചിത്രീകരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ അതങ്ങനെയല്ല എന്ന് ഞങ്ങൾ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ ബഹുമാനപ്പെട്ട റിപ്പോർട്ടറിൻ്റെ അവതാരം ബഹുമാനപ്പെട്ട നികേഷ് ആ നിലയ്ക്ക് പറഞ്ഞു എന്നുള്ളത് ഞങ്ങൾക്ക് അഭിപ്രായമില്ല. പക്ഷേ കേരളത്തിനകത്ത് പ്രതിപക്ഷം സ്വാഭാവികമായിട്ട് അങ്ങനെ പറയും. അതല്ലാത്ത പല മുഖ്യധാരാ മാധ്യമങ്ങളും അത് ആ നിലയിൽ ചിത്രീകരിക്കുന്നതിന് വേണ്ടി വലിയ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളിടത്താണ് ഞങ്ങളുടെ വിമർശനം ഉള്ളത്. മറ്റൊന്ന്, ഈ നേരത്തെ പറഞ്ഞതുപോലെ KSUവിൻ്റെ ലക്ഷണം കാണിക്കാതിരിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ആ ലക്ഷണം കാണിക്കരുത് എന്ന് കണ്ടുകൊണ്ട് ശക്തമായിട്ടുള്ള ഇടപെടൽ വരും ദിവസങ്ങളിൽ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് സംസ്ഥാനത്തിനകത്ത് മുഴുവൻ ക്യാമ്പസുകൾക്കകത്തും എവിടെ ഈ നിലയിലുള്ള പുഴുക്കുത്തുകളില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ ഉണ്ടാകും എന്നുള്ളതിനകത്തൊന്നും മറ്റ് തർക്കം വേണ്ട. പക്ഷെ SFI മുഴുവൻ അങ്ങനെയാണ്, അല്ലെങ്കിൽ SFI മുഴുവൻ റാഗ് ചെയ്യുന്ന ആളുകളാണ്, SFI മുഴുവൻ ആക്രമിക്കുന്ന ആളുകളാണ് എന്ന് ചിത്രീകരിക്കുന്നതിന് വേണ്ടി ശ്രമം ഉണ്ടാകുമ്പോൾ ആ ശ്രമത്തെ ഞങ്ങൾ പ്രതിരോധിക്കും. നേരത്തെ സിദ്ധാർത്ഥിന്റെ ബന്ധു തെറ്റിദ്ധരിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഒരു കാരണവശാലും സിദ്ധാർത്ഥിന്റെ കുടുംബം ആ നിലയ്ക്കുള്ള ആരോപണം ഉന്നയിച്ചു എന്നുള്ള നിലയ്ക്കല്ല ഞാൻ പറഞ്ഞത്. KC വേണുഗോപാൽ ഉൾപ്പെടെ, ഗവർണർ ഉൾപ്പെടെ, V മുരളീധരൻ ഉൾപ്പെടെയുള്ള ഈ നാട്ടിനകത്ത് പ്രധാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ, ഭരണഘടനാ പദവി വഹിക്കുന്ന ആളുകൾ ഉൾപ്പെടെ തെറ്റിദ്ധരിക്കപ്പെടുന്ന നിലയിലേക്കുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഒരു കാരണവശാലും സിദ്ധാർത്ഥിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടില്ല. മറ്റൊന്ന്, അദ്ദേഹം പറഞ്ഞതുപോലെ ഇപ്പോൾ പൂക്കോട് ക്യാമ്പസിന് മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ ക്യാമ്പസിനകത്തേക്കും ഒരു വിദ്യാർത്ഥി കടന്നു വരുന്ന ഘട്ടം മുതൽ അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും നൽകിക്കൊണ്ട് അഡ്മിഷൻ ഹെൽപ്പ് ഡെസ്ക് ഉൾപ്പെടെ ക്യാമ്പസിനകത്തെ വിദ്യാർത്ഥികൾ ഏതൊരു ആവശ്യത്തിനും ആ വിദ്യാർത്ഥികൾക്കൊപ്പം നിന്നുകൊണ്ട് സംഘടനാ പ്രവർത്തനം നടത്തി വരുന്നത് തന്നെയാണ് ഞങ്ങളുടെ ശീലം. അതിന് വിരുദ്ധമായി ചില ആളുകളുടെ ഭാഗത്ത് നിന്ന് ഇടപെടലുണ്ടായി എന്നുള്ളത് ഞങ്ങൾ അംഗീകരിക്കുന്നു. ആ ആളുകളെ ഞങ്ങൾ സംരക്ഷിക്കുന്നില്ല, ആ ആളുകളെ ഞങ്ങൾ ഒഴിവാക്കി അവർക്ക് ഏറ്റവും പരമാവധി ശിക്ഷ കൊടുക്കണം എന്ന നിലപാടിനകത്ത് ഞങ്ങൾക്ക് മാറ്റില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ തയ്യാറാവുന്നില്ലല്ലോ. ഞങ്ങൾ ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്നതിന് വേണ്ടി തയ്യാറാവാത്തതിന് ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇന്നലെ സിദ്ധാർത്ഥിന്റെ കുടുംബത്തെ പോയി കാണുന്ന നിലയുണ്ടായിട്ടുള്ളത്. ഞങ്ങൾ പൂർണ്ണമായും ആ കുടുംബത്തോടൊപ്പമാണ് എന്നുള്ളത് തന്നെ ആവർത്തിച്ച് പറയുന്നതും അതുകൊണ്ടാണ്. ഒരു കാരണവശാലും ഇത് ആവർത്തിക്കപ്പെടാൻ ഷംഷാദ് മരക്കാർ, പക്ഷേ എല്ലാ പ്രതികളെയും പിടികിട്ടുന്നില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. കോളേജ് അധികൃതരെ പ്രതി ചേർക്കാൻ പോലീസ് തയ്യാറാകുന്നില്ല എന്നുള്ളത് വേറെ പ്രശ്നമാണ്. പ്രത്യേകിച്ച് നേരത്തെ സിദ്ധാർത്ഥൻ്റെ അമ്മ പറഞ്ഞത് ഒരു PG വിദ്യാർത്ഥിയാണ് വിളിച്ചു പറയുന്നത് എന്നുള്ളതാണ്. അപ്പോൾ കോളേജ് അധികൃതർ സ്വാഭാവികമായും ക്യാമ്പസിലൊരു മരണമുണ്ടായാൽ ആ മരണം ബന്ധുക്കളെ അറിയിക്കാനുള്ള സാമാന്യ മര്യാദയുണ്ട്, ഉത്തരവാദിത്തമുണ്ട്. അതൊന്നും നിർവഹിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ കോളേജ് അധികൃതരുടെ പങ്കാളിത്തത്തെക്കുറിച്ച് ശ്രീ ഷംഷാദ് മരക്കാർ നിങ്ങൾ എന്താണ് കരുതുന്നത്? നികേഷ്, ഒരു കാര്യം, ഈ ആർഷോ ഇപ്പോൾ പറഞ്ഞു ഇതൊരു രാക്ഷസ കോട്ടയല്ല എന്നുള്ളതാണ് ആർഷോ പറഞ്ഞത്. 130 കുട്ടികളുടെ മുമ്പിൽ വെച്ച് സിദ്ധാർത്ഥിനെ ക്രൂരമായി മർദ്ദിച്ചിട്ട് ഒരു വിദ്യാർത്ഥിയും അത് പുറത്തു പറയാൻ തയ്യാറാകുന്നില്ലെങ്കിൽ ആ മർദ്ദനത്തിന് നേതൃത്വം നൽകിയ SFI ലീഡർഷിപ്പിനെ പേടിച്ചിട്ടാണ്.
അത് രാക്ഷസക്കോട്ട തന്നെയാണ്. സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ്റെ ചെവിയിൽ വന്ന് 3 കുട്ടികൾ അവിടെ നടന്ന കാര്യം പറഞ്ഞ് ഇത് പുറത്തു പറയരുത്, പറഞ്ഞാൽ സിനോജ് ജോൺസൺ ഞങ്ങളുടെ തല വെട്ടുമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഓടിപ്പോയിട്ടുണ്ടെങ്കിൽ അത് രാക്ഷസക്കോട്ടയായതുകൊണ്ട് തന്നെയാണ്. അവിടെ ഡീൻ അടക്കമുള്ള ആളുകൾ അല്ലെങ്കിൽ അധ്യാപകരുടെ കയ്യിലേക്ക് റാഗിങ്ങിൻ്റെ പരാതി കൊടുത്താൽ അരുണും അഭിഷേകുമുള്ള കമ്മിറ്റിക്കകത്ത് ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ല എന്ന് അറിഞ്ഞതുകൊണ്ട് UGCയിലേക്ക് നേരിട്ടൊരു നോർത്ത് ഇന്ത്യൻ വിദ്യാർത്ഥി മെയിൽ അയച്ചിട്ടുണ്ടെങ്കിൽ അത് രാക്ഷസക്കോട്ടയുടെ ഭാഗമാണ്. പിന്നെ ആർഷോയുടെ വളരെ നല്ല രീതിയിൽ പറയുകയുണ്ടായി, ഞങ്ങൾ പുറത്താക്കിയെന്ന്. രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് തകർത്തതിന് നിങ്ങൾ പുറത്താക്കിയ SFI ജില്ലാ സെക്രട്ടറി ജിഷ്ണു ഷാജിയെ 7-ാം നാൾ തിരിച്ച് അതേ പദവിയിൽ ഇരുത്തിയ പാർട്ടി SFI ആണ്. അതിൻ്റെ സംസ്ഥാന സെക്രട്ടറി എന്നോടൊപ്പം ചർച്ചയിലുള്ള ആർഷോയാണ്. അപ്പോൾ നിങ്ങൾ പുറത്താക്കുന്നത് എത്രയാണ് എന്നുള്ളത് ഞങ്ങൾക്കും അറിയാം. 2, ഈ വീട്ടിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് SFI ആണ് എന്നാണ് ആർഷോ പറയുന്നത്. പൂക്കോട് ഒരു വിദ്യാർത്ഥി ജീവനറ്റ് പുറത്തു പോകുമ്പോൾ അതിനകത്ത് എല്ലാ തരത്തിലുള്ള സഹായവും ചെയ്ത് ആ കുട്ടികളെ സഹായിക്കുന്ന SFI തന്നെയാണ്. ആ കുട്ടികളുടെ അവസാനം അവർ മൃതശരീരമായി പോകുമ്പോൾ അതിന് കാരണക്കാരാകുന്നതും വയനാട്ടിലെ പൂക്കോട് വെറ്റിനറി കോളേജിലെ SFI യൂണിറ്റ് തന്നെയാണ്. പിന്നെ നികേഷ് ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. ഈ മരണം നടക്കുന്നത് 18-ാം തീയതിയാണ്. 18-ാം തീയതി ഈ മരണം നടന്നിട്ട് അവിടുത്തെ ഡീൻ അടക്കമുള്ള അധ്യാപകരെ മുതൽ പറഞ്ഞതിന്റെ ഒരു കാര്യം, ലക്കിടിയിലെ പഞ്ചായത്ത് മെമ്പറായ ജ്യോതിഷ് കുമാറിനോട് വൈത്തിരി താലൂക്ക് ആശുപത്രിയുടെ മുമ്പിൽ വെച്ച് പറയുന്നത് ഞാൻ വീട്ടിൽ വിവരം അറിയിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ഡീനാണ്. പക്ഷെ വിവരം ഡീൻ അറിയിച്ചിട്ടില്ല. അപ്പൊ അറിയിച്ചതൊരു വിദ്യാർത്ഥിയാണ്. പിന്നെ അവിടെ ആന്റി റാഗിംഗ് സെല്ലിലുള്ള 2 പേർ, ഒന്ന് അരുണാണ്, ഒന്ന് അഭിഷേകാണ്. 2 പേര് ഇപ്പോൾ ജയിലിലാണ്. ഇവരെയാണ് വിദ്യാർത്ഥി പ്രതിനിധികളായി അവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഏത് തരത്തിലാണ് അധ്യാപകർ ഇതിനകത്ത് ഇടപെട്ടത്? ഞാൻ തുടക്കത്തിൽ പറഞ്ഞ വേറൊരു മർദ്ദനവുമായി ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ അവിടെ ഒരു പാറ്റേൺ. ഇനി എൻ്റെ ഭാഗം ആർഷോ അംഗീകരിക്കണ്ട. നിങ്ങളുടെ B അശോക് IAS എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാനായിരുന്നു പൂക്കോട് വെറ്റിനറി ക്യാമ്പസിൽ ആദ്യത്തെ VC. അവിടെ അവിശുദ്ധ കൂട്ടുകെട്ട് നിലനിൽക്കുന്നു. അധ്യാപകരും വിദ്യാർത്ഥികളും കൂട്ടുകെട്ട് നിലനിൽക്കുന്നു. വിദ്യാർത്ഥികൾക്ക് പ്രശ്നം വന്നാൽ അധ്യാപകർ വരുന്നു, അധ്യാപകർക്ക് പ്രശ്നം വന്നാൽ വിദ്യാർത്ഥികൾ വരുന്നു. ഇവിടെയൊക്കെ ഉള്ള പ്രശ്നം എന്താണ്? SFI ആണെങ്കിൽ ആ ക്യാമ്പസിനകത്ത് എന്തും ചെയ്യാമെന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ വളരെ പറഞ്ഞു 4 കുട്ടികൾ. അപ്പൊ ഈ 130 കുട്ടികൾ കണ്ടതിൽ മറ്റു പാർട്ടിക്കാർ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇത് പുറത്തു വരുമല്ലോ ആർഷോ? അവരില്ലല്ലോ. ആ ക്യാമ്പസിനകത്ത് SFIയുടെ ഏകാധിപത്യമുള്ള ക്യാമ്പസാണ്. മുഴുവൻ ആളുകൾ, പിന്നെ നികേഷ് അടക്കം എല്ലാവരും നമ്മൾ ക്യാമ്പസിൽ പഠിച്ച ആളുകളാണ്. ഏതെങ്കിലും SFIയോ KSUO നടത്തുന്ന ഒരു യൂണിറ്റിന്റെ പരിപാടി, ഞാൻ പറഞ്ഞത് കോളേജ് യൂണിയന്റെ പരിപാടിയല്ല, SFI നടത്തുന്ന യൂണിറ്റിന്റെ പരിപാടി, പൂക്കോട് വെറ്റിനറി കോളേജിൽ SFI യൂണിറ്റ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ഈ ഡീനാണ്. പിന്നെ എങ്ങനെയാണ് വിദ്യാർത്ഥികൾക്ക് മറ്റൊരു വിദ്യാർത്ഥി സംഘടനയിലേക്ക് പോകാൻ തോന്നുക? ഡീൻ നേരിട്ട് വന്ന് SFI യൂണിറ്റ് നടത്തുന്ന പരിപാടി ഉദ്ഘാടനം നടത്തുകയാണ്. അത് ഏതെങ്കിലും കലാലയത്തിൽ കാണുമോ? ഈ കോളേജ് യൂണിയന്റെ പ്രവർത്തനങ്ങൾക്ക് നടത്താം, അതിൽ തർക്കമില്ല. പക്ഷെ KSU നടത്തുന്ന ഒരു സമരത്തിനോ KSU നടത്തുന്ന ഒരു പരിപാടിക്കോ ഒരു ഡീൻ വന്ന് അതിന്റെ ഉദ്ഘാടകനാവുമോ? SFIയുടെ മുഴുവൻ പരിപാടികളുടെ ഉദ്ഘാടകനാരാണ്? ഡീനാണ്, അധ്യാപകരാണ്. അപ്പൊ ആ തരത്തിൽ വിദ്യാർത്ഥികളോട് പറയുകയാണ് SFIയിൽ നിങ്ങൾ നിന്നാൽ ഇവിടെ ഒരു കുഴപ്പമില്ല. പരാതികൾ വന്നാൽ അധ്യാപകരും വിദ്യാർത്ഥി. പിന്നെ സിദ്ധാർത്ഥിന്റെ ബന്ധു ഒരു കാര്യം ഇതിനിടെ പറഞ്ഞുപോയി, ആർഷോന് മറുപടി പറഞ്ഞില്ല. സിദ്ധാർത്ഥ് വീട്ടിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, അവിടെ നമ്മളെ ഭാഗത്തുനിന്ന് തെറ്റു വന്നാൽ SFIയുടെ നേതാക്കന്മാർ വട്ടത്തിലിരുന്ന് കൂടിയാലോചിച്ച് ശിക്ഷ നടപ്പാക്കുന്നു. ആരാണ് ഇവർ കേരളത്തിൽ? വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലെ ശിക്ഷ നടപ്പാക്കാൻ ഇവർക്ക് ഏത് പട്ടമാണ് അനുവദിച്ചു കൊടുത്തത്? SFI എന്ന 3 അക്ഷരത്തിന്റെ എല്ലാ അഹങ്കാരവും ക്യാമ്പസിൽ കാണിക്കുകയാണ്. കുട്ടികളെ വട്ടത്തിലിരുത്തി ഇവർ ശിക്ഷ വിധിക്കുന്നു, ഇവർ കോടതി ചമയുന്നു, ഇവർ ബെൽറ്റ് വെച്ച് അടിക്കുന്നു, ഇവർ വെള്ളം കൊടുക്കേണ്ട തീരുമാനിക്കുന്നു, ഇവർ ഭക്ഷണം കൊടുക്കേണ്ട തീരുമാനിക്കുന്നു. പിന്നെ KC വേണുഗോപാൽ വീട്ടിൽ പോയി പറഞ്ഞ കാര്യം, KC വേണുഗോപാലിനോട് പറഞ്ഞത് സിദ്ധാർത്ഥിന്റെ അച്ഛനാണ്. സിദ്ധാർത്ഥിനോട് SFIയിൽ ചേരാൻ പറഞ്ഞപ്പോൾ സിദ്ധാർത്ഥ് വീട്ടിൽ ചോദിക്കുന്നുണ്ട്, ഞാൻ SFIയിൽ സജീവമായി പ്രവർത്തിക്കണമെന്ന്. അതിന് അച്ഛൻ പറഞ്ഞ മറുപടി വേണമെന്നും പറഞ്ഞില്ല, വേണ്ടാന്നും പറഞ്ഞില്ല, മോന്റെ ഇഷ്ടം പോലെ ചെയ്യൂ എന്നുള്ളതാണ്. അപ്പോൾ അവിടെ സിദ്ധാർത്ഥ് ഇതിനകത്ത് ചേർന്നിട്ടുണ്ടോ ഇല്ല എന്നുള്ളതല്ല, സിദ്ധാർത്ഥിനോട് ചേരണമെന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടു, SFI ആവശ്യപ്പെട്ടു, സിദ്ധാർത്ഥ് അത് വീട്ടിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. വീട്ടുകാർ പറയുന്നു ഉചിതമായ തീരുമാനമെടുക്കാൻ. പിന്നെ അവിടെ നടക്കുന്ന കാര്യങ്ങൾ ആ സിദ്ധാർത്ഥ കൃത്യമായി വീട്ടിൽ അറിയിക്കാറുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ പാർട്ടി കോടതി, ആ ക്യാമ്പസിലുണ്ടായിരുന്ന പാർട്ടി കോടതിയെക്കുറിച്ച് സിദ്ധാർത്ഥിന്റെ ബന്ധു ഈ ചർച്ചയിൽ പറഞ്ഞത്. അതുകൊണ്ടാണ് സിദ്ധാർത്ഥ് കൃത്യമായി വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്, ഇതാണ് ഇവിടുത്തെ നടപടി. പിന്നെ ഒരു കാര്യം കൂടി സിദ്ധാർത്ഥ് പറഞ്ഞിട്ടുണ്ട്, അത് ആർഷോ കേൾക്കാതെ അങ്ങ് പോയിട്ടുണ്ടാവും. അപ്പോൾ സിദ്ധാർത്ഥിന്റെ അച്ഛൻ്റെ അമ്മയുടെ ഒരു ബൈറ്റിനകത്തുണ്ട് അവിടെ മയക്കുമരുന്ന് ഡ്രഗ് ഉപയോഗത്തിന്റെ കാര്യത്തെക്കുറിച്ച് സിദ്ധാർത്ഥ് വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്.
ആ ചെറുപ്പക്കാരൻ എല്ലാ കാര്യത്തെക്കുറിച്ചും ധാരണയാണ്. പിന്നെ ആർഷോ നാഴികയ്ക്ക് 40 വട്ടം പറയുന്നുണ്ട് റിപ്പോർട്ടർ ചാനൽ ക്യാമ്പസിൽ പോകൂ, റിപ്പോർട്ടർ ചാനൽ ഇത് വാർത്ത പുറത്തു കൊണ്ടുവരൂ എന്നുള്ളത്. മുഴുവൻ വിദ്യാർത്ഥികളും SFIക്കൊപ്പം നിൽക്കുന്ന ഒരു ക്യാമ്പസിൽ ഒരു മരണം നടന്നിട്ട് അത് പുറത്തു പറയാൻ ഒരു വിദ്യാർത്ഥി പോലും തയ്യാറാവാത്ത ഒരു ക്യാമ്പസ്, ആ ക്യാമ്പസിന് കവചം കെട്ടി സൂക്ഷിക്കുന്ന അധ്യാപകർ, അതിന് നേതൃത്വം നൽകുന്ന ഒരു ഡീന്, അതിന് ഒത്താശ ചെയ്യുന്ന ഒരു SFI സംവിധാനം, ഈ സംവിധാനമുള്ള ഒരു ക്യാമ്പസിനകത്ത് ജനപ്രതിനിധികളോ മാധ്യമ പ്രവർത്തകരോ ഒരു വിവരമെടുക്കാൻ എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ടോ ഇവിടുത്തെ ആളുകൾക്ക് അറിയാം. നിങ്ങൾ ഇപ്പോഴും അത് പിടിച്ചു വച്ചിരിക്കുകയാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ SFI ലീഡർഷിപ്പിലുള്ള എല്ലാവർക്കും അറിയാം അവിടെ എന്താ സംഭവിച്ചതെന്നുള്ളത്. കാരണം ആ ബോഡി വൈത്തിരി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ ആദ്യം എത്തിയത് ജില്ലയിലെ CPMന്റെ നേതാക്കന്മാരുണ്ട്, വൈത്തിരി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന ഏരിയ നേതാക്കന്മാരൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആയിരുന്നു ആർഷോ, അതിനകത്തൊന്നും തകരാറുണ്ടായിട്ടില്ല. പിന്നെ ഇതൊന്നും അറിയില്ല, അവിടുത്തെ നിഷ്കളങ്കരായ 4 SFIക്കാർ ഇതിനകത്ത് പ്രതി ചേർക്കപ്പെട്ടു എന്നുള്ളതല്ല. ഞാൻ ആ നോർത്ത് ഇന്ത്യൻ കുട്ടിയുടെ വാട്സപ്പ് സ്റ്റാറ്റസ് ആണ് നമുക്ക് ഇതിനകത്ത് ഇടപെടാൻ തോന്നിയത്. ശരി, വ്യക്തമാണ്. ഷംഷാദ് മരക്കാർ, ആർഷോക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ 30 സെക്കൻഡ്. ആർഷോ, അല്ല, ആ 30 സെക്കൻഡും ഷംഷാദ് മരക്കാരന് കൊടുക്കണം. അദ്ദേഹം സംഘടനാ നടപടിയെ കുറിച്ച് വളരെ വിശാലമായിട്ട് പറഞ്ഞതല്ലേ. നിഖിൽ പൈലിയെ കുറിച്ചും ടോണി തോമസിനെ കുറിച്ചും ജിതിൻ ലൂക്കോസിനെ കുറിച്ചും കൂടെ പറയുന്നതിന് വേണ്ടി ആ 30 സെക്കൻഡ് ഷംഷാദ് മരക്കാർക്ക് കൊടുക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ചിഞ്ചുറാണി നമ്മോടൊപ്പം ഉണ്ട്. ശ്രീമതി ചിഞ്ചുറാണി, ഇക്കാര്യത്തിൽ എന്താണ് സംസ്ഥാന സർക്കാർ മനസ്സിലാക്കിയിരിക്കുന്നത്? ഇവിടെ വെറ്ററിനറി ഒരു സർവകലാശാലയിൽ സംഭവിച്ചിട്ടുള്ള കാര്യം വളരെ ദൗർഭാഗ്യകരമാണ്, അറിയാമല്ലോ. അതെ, നമ്മൾ ഈ കഴിഞ്ഞ 18-ാം തീയതിയാണ് ഈ സംഭവം വെറ്റിനറി യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായത്. തൊട്ടടുത്ത ദിവസം തന്നെ അതിൻ്റെ ഒരു വിശദമായ റിപ്പോർട്ട് ഞങ്ങൾ വെറ്റിനറി യൂണിവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് വൈസ് ചാൻസലറോട് ആവശ്യപ്പെട്ടിരുന്നു. 20-ാം തീയതി തന്നെ അതിൻ്റെ ഒരു റിപ്പോർട്ട് ഞങ്ങൾക്ക് തരികയും ചെയ്തു. നമുക്കറിയാം ഈ കുട്ടി ബാത്റൂമിലാണ് മരണപ്പെട്ടത് അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തത് എന്നുള്ള വിവരമാണ് നമുക്ക് കിട്ടിയത്. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കഴിഞ്ഞപ്പോഴാണ് പോലീസുകാർ ചൂണ്ടിക്കാണിച്ചത്, അത് പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റി അധികൃതരോട് പറഞ്ഞത്, ഇത് റാഗിംഗ് ആണോ എന്നുള്ളത് പരിശോധിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പരിശോധന അവിടെ തുടങ്ങിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 12ഓളം കുട്ടികളെ അവിടെ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത്. പോലീസിൻ്റെ അന്വേഷണത്തിൽ അതിൽ 8ഓളം പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ 3 പേരെ അറസ്റ്റ് ചെയ്തു, ഇന്ന് 3 പേരെ അറസ്റ്റ് ചെയ്തു. ഞങ്ങൾക്ക് ഇത് കേരളത്തിൽ ഇത്തരത്തിൽ നമ്മുടെ ഈ കോളേജുകളിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അരങ്ങേറുന്ന ഒരവസ്ഥ നമുക്ക് കാണുന്നു. എന്തുകൊണ്ട് കുട്ടികൾക്ക് ഈ തരത്തിൽ സ്വന്തം ഈ സഹോദരനെ പോലെ കാണേണ്ടുന്ന ഈ കൂട്ടുകാരെ, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത കൂട്ടുകാർ ആയിട്ട് കാണേണ്ടുന്ന ഇത്തരത്തിലുള്ള കുട്ടികളെ വൈരാഗ്യ ബുദ്ധിയോടുകൂടി കാണുന്നു, അവനെ ഉപദ്രവിക്കുന്ന തരത്തിലേക്ക് മുന്നോട്ട് പോകുന്നു. സ്വന്തം വീട്ടിൽ പോലും വന്നിട്ടുള്ള കൂട്ടുകാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇതിനകത്ത് പ്രതികളാണ് എന്ന് നമുക്കറിയുവാൻ സാധിക്കുന്നു. അപ്പം ആ വീട്ടുകാരുടെ ഒരു വിഷമം ആണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത്. വളരെ ആശയോടുകൂടി അവരെ പഠിപ്പിച്ച് മറ്റ് കോളേജുകളിൽ മിനിസ്റ്റർ, ഇവിടെ പ്രധാനമായും ആക്ഷേപം എന്ന് പറയുന്നത് ഈ ക്യാമ്പസ് ഒരു രാക്ഷസ കോട്ടയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. SFIയുടെ അപ്രമാദിത്വമാണ് അവിടെ എന്നുള്ളതാണ്. SFI മറ്റ് വിദ്യാർത്ഥി സംഘടനകളെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. ആരെങ്കിലും കുറ്റം ചെയ്താൽ കൂട്ടം കൂടിയിരുന്ന് ആ കുട്ടിയെ ശിക്ഷിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ അഫ്ഗാനിസ്ഥാനിലൊക്കെ കേൾക്കുന്നില്ലേ, ആ നിലയിൽ കൂട്ടം കൂടി നിന്ന് ഒരു കുട്ടിയെ ശിക്ഷിക്കാൻ എങ്ങനെയാണ് മറ്റ് വിദ്യാർത്ഥികൾക്ക് സഹപാഠികൾക്ക് കഴിയുക എന്നുള്ളതാണ്. മാത്രമല്ല, ഇതെല്ലാം കണ്ടും കേട്ടും നിൽക്കുകയാണ് അവിടുത്തെ അധ്യാപക സമൂഹം. പ്രത്യേകിച്ച് ഈ കുട്ടി മരിച്ചതിന് ശേഷം വീട്ടുകാരെ വിവരം അറിയിക്കുന്നത് പോലും ഒരു PG വിദ്യാർത്ഥിയാണ്, ഡീനോ അല്ലെങ്കിൽ അധ്യാപകരോ അല്ല എന്നുള്ളതാണ്. ഇതൊക്കെ എങ്ങനെയാണ് ഒരു സർക്കാർ കോളേജിൽ സംഭവിക്കുന്നത്? മിനിസ്റ്റർ മാത്രമായിരിക്കും, സംശയമുണ്ട്, കിട്ടുന്നില്ല. ഹലോ, യഥാർത്ഥത്തിൽ ഒരു സംഘടനയും ഇത്തരത്തിലുള്ള ഒരു പ്രവണത ഒരു കോളേജും വെച്ച് പുലർത്താത്ത ഒന്നാണ്. പക്ഷേ കേരളത്തിലെ പല കോളേജുകളിലും ഇത്തരത്തിലുള്ള സംഭവവികാസങ്ങൾ അരങ്ങേറുന്നു എന്നുള്ളതാണ്. ഒരു അഡ്മിഷൻ എടുക്കാൻ വിദ്യാർത്ഥികളെയും കൊണ്ട് വരുന്ന രക്ഷകർത്താക്കൾക്ക് മുമ്പിൽ
എൻ്റെ കുട്ടി വളരെ സത്യസന്ധനാണ്, നല്ലതുപോലെ പഠിക്കാനാണ് വരുന്നത് എന്നാണ് പറയുന്നത്. പക്ഷെ പലപ്പോഴും നമുക്കത് കാണുവാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇത് ഏത് സംഘടന നടത്തിയാലും ഒരു കാരണവശാലും ഇത് നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒന്നാണ്. ഒരു രക്ഷകർത്താക്കൾക്ക് ഒരു കുഞ്ഞിനെ നഷ്ടപ്പെടരുത്. അതുകൊണ്ട് ഇപ്പോൾ സംഭവിച്ച ഒരു സംഭവ വികാസം വെറ്റിനറി യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ച് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു സംഭവ വികാസം നമുക്ക് കാണുവാൻ സാധിച്ചത്. ഡീൻ ഉൾപ്പെടെയുള്ള ആൾക്കാരെ ഈ കുട്ടികളാണ് വിവരം അറിയിച്ചത് ബാത്റൂമിൽ ഇത്തരത്തിലുള്ള ഒരു സംഭവ വികാസം അരങ്ങേറി എന്നുള്ളത്. ഡീൻ അവിടുന്ന് വളരെ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുവാനുള്ളതാണ് അദ്ദേഹം ചെയ്തത്. ഒരുപക്ഷെ ഡീൻ ഈ കുട്ടിയുടെ വീട്ടിൽ വിവരം അറിയിക്കേണ്ടതായിരുന്നു. അതിലൊരു പോരായ്മ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുവാൻ നോക്കൂ, അവിടെ ഈ ഡീനിന്റെ ഉത്തരവാദിത്തം അവസാനിക്കുന്നില്ല മിനിസ്റ്റർ. ആ ക്യാമ്പസിൽ എന്താണ് സംഭവിക്കുന്നത്? ഇത് ഒരു ദിവസം കൊണ്ട് ഒരു വൈകാരിക വിക്ഷോഭത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ഒരു സംഘർഷമുണ്ടായി. ആ സംഘർഷത്തിൽ ഒരു കുട്ടി മരിച്ചതല്ല, 3 ദിവസം തുടർച്ചയായ ഒരു കുട്ടിയെ മർദ്ദിക്കുകയാണ് ചെയ്യുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അതാണ് തെളിയിക്കുന്നത്. അങ്ങനെ സംഭവിച്ചിട്ടും ആ കോളേജ് അധികൃതർ അത് അറിഞ്ഞിട്ട് മറച്ചു വയ്ക്കുകയാണോ? അങ്ങനെ മറച്ചു വെക്കുകയാണെങ്കിൽ അവർ സ്വാഭാവികമായി ഇതിൽ പ്രതികളാണ്. അതുകൊണ്ടാണ് കുടുംബം ആവശ്യപ്പെടുന്നത് ഡീൻ അടക്കമുള്ളവർ പ്രതികളാകണമെന്ന്. പക്ഷെ അങ്ങനെ പറയുമ്പോഴും കുട്ടികൾ പറഞ്ഞാൽ മാത്രമല്ലേ അധ്യാപകർ അറിയുള്ളൂ. ഒരിക്കലും അധ്യാപകരുടെ മുന്നിൽ വെച്ചല്ല ഈ കുട്ടികൾ പരസ്പരം ആക്രമിക്കുന്നത് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഡീൻ ഈ വിവരം അറിഞ്ഞില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ മുമ്പിൽ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും അത് വേണമെങ്കിൽ നമുക്ക് വീണ്ടും അന്വേഷിക്കാൻ പറ്റാവുന്ന ഒന്നാണ്. ഇപ്പോഴും അതിൻ്റെ അന്വേഷണം നടക്കുന്നു. പ്രതികളായിട്ടുള്ള ആൾക്കാരെ മുഴുവൻ ശിക്ഷിക്കണം. ഓരോ ദിവസം കഴിയും തോറും പലരെയും ഇപ്പം അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് അവിടുത്തെ സംഭവ വികാസം. ശരി, വളരെ നന്ദി മിനിസ്റ്റർ ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്. ജെ ചിഞ്ചുറാണി മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി, ഷിബു സിദ്ധാർത്ഥന്റെ അമ്മാവൻ, PM മാർഷോ SFI സംസ്ഥാന സെക്രട്ടറി, ഷംഷാദ് മരക്കാർ കോൺഗ്രസ്, ഒപ്പം തന്നെ ഷീബ സിദ്ധാർത്ഥന്റെ മാതാവും ചർച്ചയിൽ പങ്കുചേർന്നിരുന്നു. നന്ദി സഹകരിച്ചതിന്. ഇനി മീറ്റ് ദ കേസ്. Debate with MV Nikesh Kumar.